എല്ലാറ്റിനുമായി ആമേൻ പറഞ്ഞേ, വിശ്വാസത്തിൽ ആമേൻ പറഞ്ഞേ, സ്തോത്രത്തോടെ ആമേൻ പറഞ്ഞേ. നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. ഒരു വാഗ്ദത്തം പോലും ദൈവം മറക്കത്തില്ല. ഒരു വാഗ്ദത്തം പോലും ദൈവം മറന്നു കളയത്തില്ല. അവൻ നമുക്ക് നൽകി തരുന്ന അവൻ്റെ വിശ്വസ്ത കരുണയെ ഓർത്ത് ദൈവത്തിന് കരമുയർത്ത് ദൈവത്തിന് സ്തോത്രം പറ. ഓ, ആള് മാറിപ്പോയാലും നമുക്ക് പ്രായമുണ്ട്, നമുക്ക് പ്രായ വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് ബലഹീനതകളുണ്ട്. നാം സേവിക്കുന്ന ദൈവത്തിന് പ്രായം അധികമായിട്ടില്ല. അവൻ ബലഹീനതയില്ല. അവൻ ഇന്നും ശക്തനായതുകൊണ്ട് അവൻ ഇന്നലകളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ഈ പ്രഭാതത്തിൽ നിവർത്തിയാക്കാൻ ഈ ദൈവം ശക്തനായതുകൊണ്ട് എന്റെ കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ. യോർദാൻ നദി നിനക്കെതിരെ കരകവിഞ്ഞൊഴുകിയാലോ, യോർദാൻ നിന്നെ മുക്കിക്കളയത്തക്കവണ്ണ കരകവിഞ്ഞൊഴുകിയാലോ, വാഗ്ദത്തമുള്ളവൻ പറ, എത്ര യോർദാൻ വന്നാലോ എന്നെ മുക്കാൻ കഴിയത്തില്ല. എത്ര യോർദാൻ എനിക്കെതിരെ കയറി വന്നാലോ എന്റെ വാഗ്ദത്തമുള്ളിടത്തോളം കാലം എന്നെ മുക്കിക്കളയാൻ ഒരു യോർദാൻ എന്നെ സമ്മതിക്കത്തില്ല. ആരാധിക്കുമ്പോൾ തന്നെ അത്യന്തമായ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങുന്നു. അതിശക്തമായ ഒരു ദൈവിക അഭിഷേകത്തിന് ഒരു കവിഞ്ഞൊഴുക്ക് ഇതിനകത്ത് വ്യാപരിക്കുന്നു. വാഗ്ദത്തമുള്ള ദൈവമൈതലേ, യോർദാൻ നിനക്ക് വിഷയമല്ല. യോർദാൻ നിന്നെ മുക്കത്തില്ല. യെരിഹോ മതിൽ നിന്നെ ഒതുക്കത്തില്ല. നിന്നെ ഒതുക്കുന്നതിനെ നീ ഒതുക്കാൻ പോകുക. നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന വൻ മതിലുകൾ നിന്നെ കാൽ കീഴാകാൻ പോകുന്നു. ദൈവസഭയോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ വാഗ്ദത്തത്തിനെതിരെ പിശാച് കെട്ടിയ യെരിഹോ മതിൽ ഈ പകൽ ഇടിയുന്നു. ആരാധിക്കുമ്പോൾ തന്നെ ദൈവജനത്തിനെതിരെ, ദൈവിക കുടുംബങ്ങൾക്കെതിരെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിനക്കോ നിന്റെ കുടുംബത്തിനോ നിന്റെ തലമുറക്കോ പിശാച് കെട്ടിയ വൻ മതിലുകൾ ആത്മാവിനെ ഈ പകൽ തകർത്തു കളയുന്നു. ഇല്ല, ഒരു യെരിഹോ മതിലോ നിനക്കെതിരെ പൊക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു യോർദാൻ കര കവിഞ്ഞൊഴുകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. എന്റെ ദൈവം ശക്തനാണ്. ഓ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. Hallelujah. ഈ തമ്പുരാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. ആമേൻ. പിശാചിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? എന്റെ മെസ്സേജിലേക്ക് വരുന്നതിന് മുമ്പ് ദൂത ദൈവം പറയുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, പിശാചിന്റെ ആരംഭം മുതൽ ഉള്ള വെല്ലുവിളി ദൈവത്തിന്റെ വാഗ്ദത്തത്തോടാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടിയവനെതിരെ പിശാച് എന്നും വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദ പുസ്തകത്തിലെ ഒന്നാമത്തെ വാഗ്ദത്തം ഇതാ ഉൽപ്പത്തി 3 കിടപ്പുണ്ട്. ഏതാണെന്നറിയാമോ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. വിശുദ്ധ ബൈബിളിലെ ഒന്നാമത്തെ പ്രവചനം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആ പ്രവചനം ഈ പകൽ ഇതിന് നടുവിൽ നിവർത്തിയാകുന്നു. ആരാണ് സ്ത്രീയുടെ സന്തതി? നസറായ യേശു ക്രിസ്തുവത്രേ. അവൻ ഇന്ന് പകൽ ഇതിന് നടുവിൽ ആഗതനായിട്ടുണ്ട്. അല്പസമയം 2 കരങ്ങൾ അടിച്ച് അന്യഭാഷ പ്രാപിച്ചവർ ഒന്ന് അന്യഭാഷയിൽ ആരാധിച്ച് എനിക്കറിയാം ഈ പ്രഭാതത്തിൽ അത്യന്തമായ ഒരു ദൈവശക്തി പ്രാപിച്ചു. അതിശക്തമായ ഒരു ദൈവിക അഭിഷേകം, അതിശക്തമായ ഒരു ദൈവിക നിറവ് ഇതിനകത്ത് വ്യാപരിക്കട്ടെ. നീ വന്നതുപോലെ പോകത്തില്ല. അസാധാരണമായ ഒരു ദൈവശക്തി ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളുടെ മേൽ പകരട്ടെ. Thank you, Jesus. ആമേൻ. പിന്നെ നിങ്ങൾ കേട്ടെ, ആ ഒറ്റ പ്രവചന ശബ്ദം ഏദൻ പൂങ്കാവനത്തിൽ മുഴങ്ങിയതിന് ശേഷം, ഏദൻ തോട്ടത്തിൽ ആ ഒറ്റ പ്രവചന ശബ്ദം ഇത് മുഴങ്ങിയതിന് ശേഷം പിന്നെ വന്നതായ സകല സ്ത്രീകളെയും നോക്കിക്കേ. സകല വിശുദ്ധിയോടെ ജീവിച്ച വിശുദ്ധന്മാരുടെ എല്ലാ ഭാര്യമാരുടെയും ഗർഭപാത്രത്തെ പിശാച് അടച്ചു കളഞ്ഞു. ഇതാ നോക്കിക്കേ, അവൻ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന്റെ ഭാര്യ സാറായുടെ ഗർഭത്തെ പിശാച് അടച്ചു കളഞ്ഞു. എന്താ വിഷയം എന്നറിയാമോ? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന, ദൈവത്തെ
ആരാധിക്കാൻ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ പിശാച് നോക്കിയിട്ട് പറഞ്ഞു, ഒരുപക്ഷെ ഇവന്റെ തലമുറയായിരിക്കും എന്റെ തല തകർക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തലമുറ പുറത്തു വരാതെ സാറായുടെ ഗർഭത്തെ പിശാച് അടച്ചു. എന്നാൽ സമയമായപ്പോൾ ഈസഹാക്കിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം അതിനെ തുറന്നു. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ വാഗ്ദത്തം സമയമാകുമ്പോൾ അത് പുറത്തു വന്നിരിക്കും. ആരോടൊക്കെ ദൈവം പറയുന്നു? സമയമാകുമ്പോൾ അത് പുറത്തു വന്നിരിക്കും. സമയമാകുമ്പോൾ അത് പുറത്തു വന്നിരിക്കും. ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, സമയമാകുമ്പോൾ നിന്റെ വാഗ്ദത്ത സന്തതി, നിന്റെ വാഗ്ദത്ത നന്മകൾ പുറത്തു വന്നിരിക്കും. അതിനെതിരെ കേട്ടാൽ ഒരു അന്ധകാര പിശാചിനെയും എന്റെ ദൈവം അനുവദിക്കയില്ല. Praise God. Praise God. Praise God. സാറായുടെ ഗർഭത്തെ പിശാച് അടച്ചു. അവൻ വിചാരിച്ചു ഇവന്റെ തലമുറയായിരിക്കും എന്റെ തലയെ തകർക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ അവൻ ദൈവം അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് വന്ന് പിശാച് അടച്ചതിനെ ദൈവം ഓപ്പൺ ചെയ്തു. ഇന്ന് നിങ്ങളോടുള്ള ദൈവത്തിന്റെ നേരിട്ടുള്ള ദൂത് ശ്രദ്ധിച്ചോ? ദൈവത്തിന്റെ സമയമാകുമ്പോൾ, വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോൾ ആരും വിളിക്കാതെ ദൈവിക സന്ദർശനം നിന്റെ വീട്ടിനകത്തുണ്ടാകും. ആരും വിളിക്കാതെ ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ കൂടാരത്തിനകത്തുണ്ടാകും. ആരും വിളിച്ചു കേട്ടാതെ ദൈവം നിന്റെ കൂടാരത്തിനകത്ത് വരും. വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ വീട് വിസിറ്റ് ചെയ്യും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ വീട് വിസിറ്റ് ചെയ്യും. ആരും അറിയാതെ ശത്രുവിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ദൈവം നിനക്ക് തരേണ്ട വാഗ്ദത്തത്തെ തക്ക സമയത്ത് ദൈവം വെളിയിൽ കൊണ്ടുവന്നിരിക്കും. താങ്ക് യു ജീസസ്. എനിക്കറിയില്ല, എന്നോട് ആത്മാവ് പറയുന്നു പ്രവചിക്കാൻ. ഞാൻ യേശുവിന്റെ രണ്ടാം വരവ് പ്രസംഗിക്കാനാ ഇവിടെ കയറി നിൽക്കുന്നത്. പക്ഷെ എന്നോട് ദൈവം പറയുന്നു പ്രവചിക്കാൻ. കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യും. ദൈവം നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യും. ദൈവം നിങ്ങളുടെ കൂടാരം വിസിറ്റ് ചെയ്യും. നിന്റെ കൂടാരം ദൈവം വിസിറ്റ് ചെയ്തിട്ട് അടഞ്ഞതിനെ ദൈവം തുറക്കോ. അവൻ നിന്ദകൾ ദൈവം ഉരുട്ടിക്കളയോ. അപമാനിക്കപ്പെട്ടതിനെ മാനിക്കപ്പെട്ട നിലവാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരോ. അത് ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അത് ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക. അത് എന്നോടുള്ള ദൂതാണ്, എന്റെ കുടുംബത്തോടുള്ള ദൂതാണ്, എന്റെ തലമുറയുള്ള ദൂതാണ്, എന്റെ ഭാര്യയോടുള്ള ദൂതാണ്, എന്റെ ഭർത്താവിനുള്ള ദൂതാണ്, എന്റെ സഭയ്ക്കുള്ള ദൂതാണ്. അത് എത്ര പേര് പറയും? അത് എന്നോടുള്ള ദൂതാണ്, എന്റെ കുടുംബത്തോടുള്ള ദൂത, എന്റെ ഭാര്യയോട്, എന്റെ ഭർത്താവിനോട്, എന്റെ കുഞ്ഞുങ്ങളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ദൂതാണ്. അതിന്റെ സമയമായിരിക്കുന്നു. ഡെലിവറൻസ് ചർച്ചിനെതിരെ വ്യാപരിച്ച സകല കെട്ടുകളും ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്നു. കുടുംബങ്ങൾക്കെതിരെ വ്യാപരിച്ച ചില കെട്ടുകൾ പൊട്ടി മാറുന്നു. പൈശാചിക മണ്ഡലങ്ങൾ ഈ പകൽ അടിയറ വെക്കുന്നു. ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഈ പകൽ ഉടഞ്ഞു മാറുന്നു. വിശുദ്ധിയിൽ വാസം ചെയ്യുന്ന സർവശക്തൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇതിനകത്ത് വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. നിന്നെ അവൻ തൊടുന്നു, നിന്റെ മേൽ അവൻ സംസാരിക്കുന്നു, നിന്റെ മേൽ അവൻ കൈവെക്കുന്നു. ആള് മാറിയതുപോലെ ദൈവം നിന്നെ മാറ്റുന്നു. താങ്ക് യു ജീസസ്. നല്ലൊരാമേൻ പറ, നല്ലൊരാമേൻ പറ, നല്ലൊരാമേൻ പറ. എനിക്കറിയില്ല, എന്നോട് കർത്താവ് വീണ്ടും വീണ്ടും പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചിലരോട് പ്രവചിക്കാൻ പറയുന്നു. ഞാനങ്ങനെ അവൻ പുറത്തു പോകുമ്പോൾ ദൂത് പറയും. പക്ഷെ ഇതിനകത്ത് എനിക്കറിയാവുന്നവരല്ലേ, എങ്കിലും ഞാൻ ആരുടെ തലേ കൈവെക്കുന്നില്ല. ആത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ കൂടാരങ്ങൾ വിസ്താരപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ കൂടാരം വിസ്താരപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഒരു വിശാലത ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ കുട്ടികൾ ദൈവം നിവർത്താൻ പോകുന്നു. നിങ്ങളുടെ കൂടാരത്തിന്റെ കുട്ടികൾ ദൈവം വിടർത്തിയെടുക്കാൻ പോകുന്നു. അതിന്റെ അതിവരമ്പകൾ ദൈവം മാറ്റിമറിക്കുന്നു. എനിക്കറിയാം. അവൻ നിന്റെ കുറ്റികൾ നിവർത്തുക. നിന്റെ കൂടാരങ്ങൾ വിശാലപ്പെടാൻ പോകുന്നു. ആ കൂടാരത്തിന്റെ കുറ്റികളെ ദൈവം അഴിച്ചു കെട്ടുന്നു. കൂടാരത്തിന്റെ കുറ്റികളെ ദൈവം അഴിച്ചു കെട്ടുന്നു. ഇടുക്കങ്ങൾ മാറുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാച് കെട്ടിയത്, അതിരുവരമ്പ് വെച്ചത് ഈ പകൽ വേളയിൽ നസ്രത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിക്കുന്നു. ഉടയട്ടെ,
ഉടയട്ടെ, ഉടയട്ടെ, ഉടയട്ടെ, ഉടയട്ടെ, ഉടയട്ടെ, ഉടയട്ടെ. ദൈവദാസന്മാരെ, നിങ്ങളുടെ മേലെ ഒരു അഭിഷേകം വ്യാപരിക്കാൻ പോകുന്നു. നിങ്ങളുടെ മേലെ ഒരു അഭിഷേകം, ആ തിരുവരമ്പുകൾ ദൈവം വിശാലപ്പെടുത്താൻ പോകുന്നു. ഒരു വിശാലത, ഒരു വിശാലത, ഒരു വിശാലത. യെസ്, യെസ്, ഒരു വിശാലത, ഒരു വിശാലത, ഒരു വിശാലത. ജീസസ്. പ്രാപിച്ചു, പ്രാപിച്ചു. ഈ പകൽ വേളയില് അതിശക്തമായ ഒരു വിശാലത ദൈവത്തിന്റെ കൂടാരത്തിനകത്ത്, ദൈവത്തിന്റെ കുടുംബത്തിനകത്ത്, ദൈവത്തിന്റെ സഭക്കകത്ത്. അവൻ നൃത്തം ചെയ്യണമോ? നൃത്തം ചെയ്തേക്കണം. തുള്ളിച്ചാടണമോ? തുള്ളിച്ചാടിയേക്കണം. ആരും ആരെയും നോക്കരുത്. ഇത് നിന്റെ പകലാണ്. പിടിക്കേണ്ടത് പിടിച്ചോ, മേടിക്കേണ്ടത് മേടിച്ചോ, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്തോ. അടുത്ത ദിവസത്തേക്ക് വെക്കരുത്, അടുത്ത നേരത്തേക്ക് വെക്കരുത്, അടുത്ത മണിക്കൂറിലേക്ക് വെക്കരുത്. ഇത് നിന്റെ പകലാ. എന്റെ കുട്ടികൾ പൊക്ക്, എന്റെ കുട്ടികൾ വിടർത്ത്, അതിന് വിശാലമാക്ക്. ആ തിരുവരമ്പുകളെ പൊളിച്ചു മാറ്റുക. അത് വിശാലപ്പെടട്ടെ. നിർത്തല്ലേ, നിർത്തിക്കളയല്ലേ, നിർത്തിക്കളയല്ലേ. ആരാധിക്കേണ്ടവർ അന്യഭാഷകൾ ആരാധിക്കേ. ചില കെട്ടുകൾ ഈ പകൽ പൊട്ടട്ടെ. ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ദൈവജന ചിലതിന് മീതെ കയറി സ്തുതിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. യേശുവിന് നന്ദി പറയുന്നപ്പാ. പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുക. സ്തോത്രം. ഇന്നലെ ഞാനൊരു കാര്യം സഭാ മുമ്പാകെ പബ്ലിക്കിലായി ഞാൻ വിളിച്ചു പറയുന്നു. ക്ഷമിക്കണമേ, പബ്ലിക്കിൽ പറയുന്നു. എനിക്ക് അത്ര ഉറപ്പ് ദൈവം തന്നതുകൊണ്ട് പരിശുദ്ധാത്മാവോട് ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞു, ഈ ഫോർട്ട് കൊച്ചിയിലെ ഉന്നത കുടുംബങ്ങൾ ദൈവസഭക്കകത്തോട്ട് കയറാൻ പോകുക. ഉന്നത കുടുംബങ്ങൾ ദൈവസഭക്കകത്ത് കയറാൻ പോകുക. ഉയർന്ന ചില കുടുംബങ്ങൾ ആലയത്തിനകത്തോട്ട് കയറാൻ പോകുക. ചില കൂടാരങ്ങളകത്ത് ആരാധന ശബ്ദം ഉയരാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളെ ഇളക്കാൻ പോകുക. ഈ കൊച്ചി പട്ടണത്തിലെ ചില കുടുംബങ്ങളെ രക്ഷയിലേക്ക്, വിടുതലിലേക്ക്, സത്യത്തിലേക്ക്, ദൈവത്തിൽ അവൻ നഷ്ടപ്പെട്ട കൃപ, നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം, നഷ്ടപ്പെട്ട അവൻ ചിലതിനെ ആലയത്തിനകത്തോട്ട് കയറ്റിക്കൊണ്ടുവരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. സ്തോത്രം. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ എന്ത് ചെയ്യും? ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കും. ഈ നദി ഒഴുകുമ്പോൾ നീ ചലിക്കാൻ തുടങ്ങിയാൽ മതി. ഈ നദി ഒഴുകുമ്പോൾ നീ ചലിക്കാൻ തുടങ്ങിയാൽ മതി. കയ്യും കെട്ടിയിരിക്കല്ലേ, കയ്യും കെട്ടിയിരിക്കല്ലേ, കയ്യും കെട്ടിയിരിക്കല്ലേ, കയ്യും മടക്കിയിരിക്കരുത്. ചുമ്മാ ഇരിക്കല്ലേ. കയ്യും കെട്ടിയിരിക്കാനുള്ള സമയമല്ല. ഈ നദി ഒഴുകുമ്പോൾ, ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിച്ചു തുടങ്ങും. ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിച്ചു തുടങ്ങട്ടെ. കർത്താവിനോട് നല്ല ആമേൻ പറ. ആന്ധ്രയിൽ ഒരു ചർച്ചുണ്ട്. ആന്ധ്രയിൽ ഒരു ചർച്ചുണ്ട്. ഒരു ഡോക്ടറാണ്. പ്രസംഗിക്കാൻ അറിയില്ല. പ്രസംഗത്തിന് വലിയ വാക്ചാതുര്യമൊന്നുമില്ല. സിമ്പിളായൊരു മനുഷ്യൻ. ഞങ്ങളെപ്പോലെ ബഹളമില്ല, ഞങ്ങളെപ്പോലെ ചാടത്തില്ല, നൃത്തം ചെയ്യത്തില്ല. ശാന്തമായി നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു ഡോക്ടർ. ആമേൻ. അമ്മച്ചി, പുള്ളിയുടെ ചർച്ചിൽ ഇന്ന് ഞായറാഴ്ച ആരാധിക്കുമ്പോൾ 3 ലക്ഷം പേരാ ദൈവത്തെ ആരാധിക്കുന്നത്. 3 ലക്ഷം പേരാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആമേൻ. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച പിന്നത്തെ ആഴ്ചയോ ആ ദൈവദാസൻ ഈ കൊച്ചി വരുന്നുണ്ട്. ആ കൊച്ചി വരുന്ന ദൈവദാസൻ ഈ കേരളത്തിലെ ആമൻ ഏറ്റവും ലീഡിങ് ചർച്ചിലെ 5, 6, 7 പേരെ ആമൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി താൻ വിളിച്ചിട്ടുണ്ട്. കൃപയാൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അതിൽ ഞങ്ങൾ കടന്നു പോകും. തന്റെ ചർച്ചിൽ 3 ലക്ഷം പേരുണ്ട്. 3 ലക്ഷം പേർ. അവൻ തന്റെ ചർച്ചിന്റെ പുറകിൽ നിന്നാൽ പുൽപ്പിറ്റിൽ നിൽക്കുന്നവരെ കാണാൻ കഴിയത്തില്ല.
പുൽപ്പിറ്റ് നിൽക്കുന്നവരെ കാണാൻ കഴിയത്തില്ല. ഇപ്പോൾ താൻ ഒരു ചർച്ച പണിയാൻ വേണ്ടി തുടങ്ങുന്നു. ഇപ്പോൾ താൻ പണിയാൻ പോകുന്ന ചർച്ച് 10 ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന ചർച്ചാണ്. ആമൻ ഞായറാഴ്ച ആമൻ ആ പട്ടണം മുഴുവൻ ബ്ലോക്കാണ്. ആ പട്ടണം മുഴുവൻ സിറ്റി മുഴുവൻ ബ്ലോക്കാണ്. ആ പട്ടണത്തിലുള്ള ജനം മുഴുവൻ ആരാധന കൊഴുകുന്നു. ദൈവത്തിന്റെ മക്കളെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, സ്വപ്നം കാണാൻ കഴിയുമോ? അങ്ങനെ ഒരു ദിനം കൊച്ചിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിനം കൊച്ചി പട്ടണത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. അഭിഷേകം ദൈവം നമ്മുടെ അകത്ത് വർദ്ധിക്കുമ്പോൾ ജനം ഓടി കയറും, ജനം ഓടി വരും. അഭിഷേകം വർദ്ധിക്കുമ്പോൾ ജനം ഓടി വരും. അഭിഷേകം വർദ്ധിക്കുമ്പോൾ ജനം ഓടി വരും. വെളിച്ചം കൂടുമ്പോൾ ഈ പാട്ടകൾ വരുന്നത് പോലെ ദൈവസഭയിലെ ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെടുമ്പോൾ ദേശത്തൊരു ഉണർവുണ്ടാകും. ഞാൻ അതുകൊണ്ട് അവൻ ഈ ചർച്ചിലായിരിക്കുന്ന ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എല്ലാവരോടും ഞാൻ പറയുന്നു, ഇതിനകത്ത് ലീഡ് ചെയ്യുന്ന 1-2 ദൈവദാസന്മാർ മാത്രം അഭിഷേകം പ്രാപിച്ചാൽ പോരാ. ഇവിടെ ഇരിക്കുന്ന 1-2 പേര് മാത്രം ദൈവകൃപ നിറഞ്ഞാൽ പോരാ. ഒരു വീട് പണിത് ഒരു കൂടാരം അടിച്ച് അതിനകത്ത് താമസിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ഒരു ഉണർവിന് വേണ്ടിയാണ് വിളിച്ചത്. അന്ത്യകാലമാ സഹോദരങ്ങളെ, യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തു, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തത് കൊണ്ട് അതിനുവേണ്ടി തയ്യാറാകാ. Thank you, Lord. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് മാറാനാഥ, മാറാനാഥ. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഞാൻ ഇന്ന് 2ാം വരവ് പ്രസംഗിക്കാൻ ഏതായാലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ആമേ, ഇന്ന് യുദ്ധമൊക്കെ പ്രസംഗിച്ചലങ്ങ് അന്തരീക്ഷം അങ്ങ് പോവും. അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ഇന്നലെ പ്രസംഗിച്ച ഒരു സബ്ജക്റ്റ് ഒന്ന് തൊടാം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം ഓഗസ്റ്റ് 15 അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ആമേൻ. വാക്കും ഭാഷണവും കൂടാതെ ആമേൻ ഇന്ത്യയുടെ കൊടി ഓഗസ്റ്റ് 15 നാടൊന്നും പറക്കും. ഇന്ത്യ ദേശം മുഴുവൻ പറക്കും. ആമേൻ. ദേശീയ ഗാനങ്ങൾ പാടി ആ കൊടി മേലോട്ടുയർത്തുമ്പോൾ ആമേൻ ഭാരതം ഒന്നിച്ച് പറയുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കൊടി പറത്തി ആമീൻ ഫ്ലാഗ് ഉയർത്തി ദേശീയ ഗാനം പാടിയതുകൊണ്ട് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. ഭാരതത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും അടിമമുഖത്തിലാണ് അല്ലേ? മനുഷ്യൻ ഭയപ്പെട്ടാ ജീവിക്കുന്നേ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? ആമേ, സ്വാതന്ത്ര്യം കിട്ടിയ ഈ പട്ടണത്തിൽ രാത്രി നമ്മുടെ സഹോദരിമാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? 2 വയസ്സ് 3 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ നമുക്ക് ഇറക്കി വിടാൻ പറ്റുമോ? ഭയമല്ലേ? പേടിയല്ലേ? എവിടെയാ സ്വാതന്ത്ര്യം കിട്ടിയത്? മനുഷ്യൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ അതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമല്ല നമുക്ക് വേണ്ട സ്വാതന്ത്ര്യം. ബൈബിൾ പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യം മാനസികമായി നാം സ്വാതന്ത്ര്യം അനുഭവിക്കണം, ശാരീരികമായി നാം സ്വാതന്ത്ര്യം അനുഭവിക്കണം, ആത്മീകമായി നാം സ്വാതന്ത്ര്യം അനുഭവിക്കണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തരാൻ കഴിവുള്ള ഒരു നരേന്ദ്രമോദിയും ഈ ലോകത്തിൽ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തരാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഉറക്കെ പറ, അവന്റെ പേരത്രേ കർത്താവായ യേശു ക്രിസ്തു. മാനസികമായി, ശാരീരികമായി, ആത്മീകമായി, ഭൗതികമായി എല്ലാ മേഖലകളിലും ഒരു സ്വാതന്ത്ര്യം തരാൻ കഴിവുള്ള ഒരു നല്ല കർത്താവത്രേ നാം ആരാധിക്കുന്ന കർത്താവായ യേശു. അവനാ സ്വാതന്ത്ര്യം തരേണ്ടത് അല്ലേ? പുത്രനാ സ്വാതന്ത്ര്യം തരേണ്ടത്. നമ്മളൊരു കുടികേറ്റിട്ട് എന്നാ സ്വാതന്ത്ര്യം അല്ലേ? ഞാൻ ചോദിച്ചട്ടെ, മൂക്കറ്റം കുടിച്ച് വ്യഭിചാരം ചെയ്ത് അവൻ പാപത്തിൽ ജീവിക്കുന്നവന് ഫ്ലാഗ് കയറ്റി ദേശീയ ഗാനം പാടിയിട്ട് എന്നാ സ്വാതന്ത്ര്യം? അവൻ അടിമത്തത്തിൽ കിടക്കുന്നു. എവിടെ? പാപത്തിന് അടിമത്തത്തിൽ കിടക്കുന്നു. പാപത്തിന് അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യൻ ഫ്ലാഗ് കയറ്റിയത് കൊണ്ട് സ്വാതന്ത്ര്യമില്ല. അവന് സ്വാതന്ത്ര്യം വേണ്ടത് അവനെ പിടിച്ചു വെച്ചിരിക്കുന്ന അന്ധകാര ശക്തിയിൽ നിന്ന് അവന് സ്വാതന്ത്ര്യം വേണ്ടത്. ഈ പകൽ ആത്മാവനോട് പറയുന്നു, ചില ശാപശക്തികൾ ഈ പകൽ പൊട്ടി മാറാൻ പോകുക, ചില ശാപക്കെടുതികൾ ഈ പകൽ അഴിഞ്ഞു മാറാൻ പോകുക. എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ള ദൈവം ഇതിനകത്ത് ചെയ്യാൻ പോകുക. ഓ ശാലാര രേഖലേരെ സേഖലേരെ ഹൂഡൽ പൗഡബല ഹംദൽ കടകശനാദന. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു കേരളത്തിൽ ആർക്കാ സ്വാതന്ത്ര്യം ഉണ്ടായത്? ഞാൻ ഇന്നലെയും പറഞ്ഞു, മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു അല്ലേ?
ഒരു കൂട്ടർക്ക് മാത്രം ആമൻ മേശയിലിരുന്നും ആമൻ ഉന്നതത്തിലിരുന്നും ഫുഡ് കഴിക്കാം, മറ്റവന് മാറുമറക്കാനൊക്കത്തില്ല. അവർണരും സവർണരും എന്നുള്ള നിലവാരത്തിലേക്ക് ഉണ്ടായിരുന്ന ഒരു പട്ടണമാണ് നമ്മുടെ രാജ്യം, അല്ലേ? ഇവിടെ ആളുകൾക്ക് വ്യത്യാസം വന്നത് ഇവിടത്തെ ഭരണകൂടം മാറി മാറി ഭരിച്ചപ്പോഴല്ല. ഇവിടത്തെ ആളുകൾ വ്യത്യാസം വന്നത് ഇസ്രായേലിൽ നിന്നും രക്ഷകനായ കർത്താവിന്റെ സുവിശേഷം ഈ ഭാരത മണ്ണിൽ വന്നതാണ്. ദൂത് മനസ്സിലായെങ്കിൽ ആമേൻ പറ. ദൈവമക്കളെ, ഒരു മടിയും വേണ്ട, രണ്ട് കരമടിച്ചൊന്ന് ആരാധിച്ചു. സുവിശേഷമാണ് മാറ്റം വരുത്തിയത്. സുവിശേഷം വന്നത് ഈ ഭാരതത്തിന് മാറ്റം വന്നത്. അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തത് ഇവിടെ അക്ഷര വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ഈ സുവിശേഷമാണ്. അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിന് സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ല. സ്വത്രം. ഹല്ലേലൂയ. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരുപാട് തോൽവികൾക്ക് ശേഷം പിന്നത്തേത് പ്രസിഡന്റായി മാറിയ എബ്രഹാം ലിങ്കന്റെ ലക്ഷ്യം എന്നായിരുന്നു? അടിമ ചങ്ങല നിൽക്കുക, അടിമ കച്ചവടം നിർത്തുക. നെൽസൺ മണ്ടേലയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയതിന്റെ ഒരു പേരിൽ അതല്ലേ, അടിമ കച്ചവടം നിർത്തുക, അടിമകളായി വിൽക്കപ്പെട്ടുകൊണ്ടിരുന്ന അടിമകളെ നിർത്തുക. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഒരുപാട് പേരുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാം മരിച്ചത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. എന്നാൽ മാനവകുലത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ച ഒരുത്തനേ ഉള്ളൂ, അത് യേശു കർത്താവാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഇത്ര സന്തോഷമുള്ളോ? നിങ്ങൾക്ക് ഇത്ര സന്തോഷമുള്ളോ? മാനവകുലത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ ലോകത്തിൽ വന്ന് മരിച്ച ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന 5 സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? 5 സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരേണ്ട 5 സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാ? എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ഡിസ്പ്ലേയിൽ കാണാൻ കഴിയുന്നവർ നോക്കുക, വേഗത്തിൽ വായിക്കാൻ കഴിയുന്നവർ വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന് 34-ാമത്തെ വേദവാക്യം വായിച്ചേ. യോഹന്നാൻ 8:34. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ. ആര് പാപം ചെയ്യുന്നോ ആ പാപം അവനെ ഭരിക്കുന്നു. നീ ഏതിനോട് തോൽക്കുന്നുവോ അതിന് നീ അടിമയാകുന്നു. ഒന്നുകൂടി പറയുന്നു, നീ ഏതിനോട് തോൽക്കുന്നുവോ അത് നീ അടിമയായി മാറുന്നു. നിന്നെ ഏത് തോൽപ്പിക്കുന്നുവോ അവൻ നിനക്ക് യജമാനനായി മാറുന്നു. പാപം നിന്നെ തോൽപ്പിക്കുന്നെങ്കിൽ നീ അല്ല യജമാനൻ, പാപമാണ് യജമാനൻ. പാപത്തിന്റെ ദാസനായി നീ മാറുന്നു. ബൈബിൾ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ. അങ്ങനെയാണെങ്കിൽ ദൈവസഭ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത് നമുക്ക് വേണ്ട സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമല്ല വേണ്ടത്. പാപിയായി ജനിച്ച, പാപിയായി ജീവിക്കുന്ന, പാപത്തിൽ ജനിച്ച മനുഷ്യന് പാപത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം വേണം. ഒരാമേൻ പറ. ഒന്നാമത്തെ സ്വാതന്ത്ര്യം വേണ്ടത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഒരല്ലി ഒന്ന് ഉറക്കി പറഞ്ഞു. ഏതിലാ സ്വാതന്ത്ര്യം വേണ്ടത്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഒരു വ്യത്യാസമില്ല. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം റോമർ. ഒരു വ്യത്യാസമില്ല. എന്ത് വ്യത്യാസമില്ല? എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി, കൊല്ലരുതായി തീർന്നു. എല്ലാവരും മോശമായി പോയി. എന്തുകൊണ്ട്? പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ഒരു വ്യത്യാസമില്ല, ഒരുത്തനുമില്ല. അങ്ങനെയല്ല പറയുന്നേ, ഒരുത്തനുമില്ല, ഒരു മനുഷ്യനുമില്ല. എല്ലാവരും ആദാമ്യ സന്തതിയായി ജനിച്ച സകല മനുഷ്യരും പാപം ചെയ്തു. ദാവീദ് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി. എൻ്റെ അമ്മ ഗർഭം ധരിച്ചത് പാപത്തിൽ, അകൃത്യത്തിൽ ഞാൻ ഉരുവായി. അപ്പൊ ജീവിച്ചത്, ജനിച്ചത്, ചലിച്ചത്, നടക്കുന്നത്, അവൻ പോകുന്നത് മാനവകുലം പാപത്തിന്റെ അടിമത്തത്തിൽ. ഈ പാപത്തിന് സ്വാതന്ത്ര്യം തരാൻ ആർക്ക് കഴിയും? ആർക്കാണ് ഈ പാപത്തിന്റെ ചങ്ങല അഴിപ്പാൻ യോഗ്യമായത്? നിങ്ങൾക്കറിയാമോ? 4000 വർഷത്തെ ന്യായപ്രമാണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഒരു ഇരുളടഞ്ഞ കാലഘട്ടമുണ്ട് മലാക്കിക്കും മത്തായിക്കും ഇടയിൽ. ആ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ ദൈവശബ്ദമില്ല, പ്രവാചക ശബ്ദമില്ല, ദൈവത്തിന്റെ ദൂതില്ല, ഒരു പ്രവാചകനുമില്ല. ആ കാലയളവിൽ ഇതാ യോർദാന്റെ നദിക്കരയിൽ സ്നാപകൻ വിളിച്ചു പറയുന്നു, കണ്ടാലും
ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 4000 വർഷത്തിന്റെ ന്യായപ്രമാണത്തിന്റെ തിരശീല വീണപ്പോൾ, കൃപയുടെ ജീവിതത്തിന്റെ ആരംഭം കുറിച്ചപ്പോൾ സ്നാപകൻ വിളിച്ചു പറയുന്നു, ദാ നോക്കിക്കേ, ഒരുത്തൻ വരുന്നത് കണ്ടില്ലേ? അവൻ ആരാന്നറിയാമോ? ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ ദൈവമക്കളെ, ഈ ലോകത്തില് എന്നെ ആര് ക്രൂശിച്ചാലും, ആരെന്നെ തല്ലിക്കൊന്നാലും, ആരെന്നെ വെടിവെച്ചു കൊന്നാലും എനിക്കൊരു വിഷയമില്ല. ഞാൻ പബ്ലിക്കിൽ വിളിച്ചു പറയുന്നു, ഈ ലോകത്തെ പാപത്തെ ചുമന്ന് ഒഴിച്ച് പാപത്തെ മാറ്റാൻ കഴിയുള്ള ഒരുപാട് ദൈവമൊന്നുമില്ല. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന യേശുവാണ്. രണ്ട് കരം തട്ടി കർത്താവിന് മഹത്വം കൊടുക്ക്. പാപത്തിന്റെ സ്വാതന്ത്ര്യം തരാൻ, പാപത്തിന്റെ ചങ്ങല അഴിപ്പാൻ, പാപത്തിന്റെ ബന്ധനം അഴിപ്പാൻ കഴിവുള്ള ആ കർത്താവായ യേശുവിനെ രണ്ട് കരം തട്ടി ദൈവജനമെന്ന് ആരാധിച്ച് പാപം മാഞ്ഞു കിട്ടിയവർ, പാപത്തിന് വിടുതൽ പ്രാപിച്ചവർ, പാപത്തിന് പുറത്തു വന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. ഒന്നാമത്തെ സ്വാതന്ത്ര്യം നമുക്ക് എവിടെ നിന്ന് കിട്ടണം? അതൊരു കുറ്റബോധമാണ്. പാപം ചെയ്തവന് സ്വസ്ഥതയില്ല. പാപം ചെയ്യുന്നവന് മനസ്സാക്ഷി അവനെ കുത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം, സ്തോത്രം. പാപം ചെയ്തവൻ എന്നും അവന് മനസ്സാക്ഷിക്കകത്തൊരു കുത്തുണ്ട്. 1000 പ്രാവശ്യം ഏറ്റുപറഞ്ഞാലും അവൻ ചെയ്ത കടുകട്ടിയായ പാപം എപ്പോഴെങ്കിലും അവന് വേട്ടയാടും. എന്നാൽ എന്നെങ്കിലും ഒരു ദിവസം ആ മനുഷ്യൻ കാൽവരിയുടെ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് ക്രൂശിലേക്ക് നോക്കി യേശുവേ എന്നൊരൊറ്റ വിളി വിളിച്ചാൽ വെണ്മ പോലെ അലിച്ചു കളയാൻ കഴിവുള്ള ഒന്നാണ് യേശുവിന്റെ ക്രൂശിന്റെ ശക്തി. ഇത് വേട്ടയാടും. പാപത്തിന്റെ ശക്തി നിന്നെ വേട്ടയാടും. ചില കുടുംബങ്ങളിലെ പ്രശ്നം പാപത്തിന്റെ കരമാണ്, പാപത്തിന്റെ വേട്ടയാടലാണ്. അത് ഏറ്റുപറയാതെ അത് പോകത്തില്ല കുഞ്ഞെ. നിന്നെ ഇന്നും അത് അവൻ മുറിയെ പറ്റി നിന്നെ പിന്തുടരുന്നെങ്കിൽ ആത്മാവ് പറയുന്നു, ഇതിനകത്ത് ഈ ദൂത് കേൾക്കുമ്പോൾ ഏതെങ്കിലും പറഞ്ഞുപേക്ഷിക്കാത്ത പാപങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതാ ദൈവാത്മാവ് ഇതിന് നടുവിലുണ്ട്. യേശു കർത്താവ് ഇതിന് നടുവിൽ ആഗതനായിട്ടുണ്ട്. ഒരൊറ്റ വാക്ക് വിളിച്ചു പറഞ്ഞാൽ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് നാളെയല്ല, അടുത്ത മണിക്കൂറല്ല, അടുത്ത ദിവസമല്ല, ഇപ്പോൾ ഈ നിമിഷം ദൈവം കരുണ തരും. സ്തോത്രം. ഇന്ന് രാവിലെ പ്രസംഗിച്ചോ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടെങ്ങോ കേട്ട് വായിച്ചതാണോ എന്ന് എനിക്കറിയില്ല. വായിച്ചതാണോ കേട്ടതാണോ എൻ്റെ ഓർമ്മയിൽ വരുന്ന പറയാം. അമേരിക്കയിലെ ലോക രാജ്യങ്ങളുടെ മതങ്ങളുടെ മീറ്റിംഗ് ചിക്കാഗോയിൽ ചിക്കാഗോയിൽ നടക്കുമ്പോൾ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് ഒറ്റ മനുഷ്യനെ അന്ന് അവിടെ പോയുള്ളൂ. സ്വാമി വിവേകാനന്ദനാണ് അന്ന് ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചിക്കാഗോയിലെ മീറ്റിങ്ങിന് വേണ്ടി പോയത്. പുള്ളി അവിടെ കടന്നു ചെന്നു. തന്റെ പ്രസംഗം എന്ന് പറഞ്ഞ ലാവണ്യമാണ്. പ്രസംഗം കേട്ട് സായിപ്പുമാരെ അന്തം വിട്ടുപോയി. തന്റെ പ്രസംഗം കേട്ട് എല്ലാവരും അനങ്ങാതിരുന്നു. ലോകരാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ വന്നവരിൽ വിവേകാനന്ദ പ്രസംഗം കേട്ട് എല്ലാവരും തരിച്ചുപോയി. അവരുടെ ഭാരതത്തിൽ ഇത്രയും കഴിവുള്ള, ഇത്രയും വലിയ കഴിവുള്ള മനുഷ്യരുണ്ടോ എന്ന് കണ്ട് അവർ അടിയറ വെച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സായിപ്പോടി വിവേകാനന്ദന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, സാർ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ ചോദ്യം? താങ്കളുടെ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, താങ്കൾ ശക്തമായി പ്രസംഗിക്കുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഷേക്സ്പിയർ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ, വലിയ കഥാകൃത്ത് എഴുതിയ മക്ബത്ത് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിനകത്ത് ഡിങ്കൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്. മന്ത്രി രാജാവിന്റെ ഭാര്യയുമായി ഒത്തുനിന്നുകൊണ്ട് ഡിങ്കൻ എന്ത് ചെയ്തു? ഒരു രാത്രി പട്ടുമത്തയിൽ ചെന്ന്, പള്ളിമത്തയിൽ ചെന്ന് പള്ളിമത്തയിൽ കിടക്കുന്ന രാജാവിനെ വെട്ടിക്കൊന്നു. ഭാര്യയുടെ സമ്മതത്തോടെ മന്ത്രി അവനെ വെട്ടിക്കൊന്നു. അവന്റെ പേരാ ഡിങ്കൻ. കൊച്ചുപിള്ളേർ ബുക്കിൽ വായിച്ചു കാണും. അവൻ കൊന്നിട്ട് വിളംബരം ചെയ്തു, രാജാവിനെ ആരോ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് പിറ്റേ ദിവസം രാജകീയ പദവി അലങ്കരിക്കാൻ ഈ ഡിങ്കനും ഭാര്യയും സിംഹാസനരൂഢനായി കൊട്ടാരത്തിലേക്ക് വന്നു. പാട്ടും മേളവും ആഘോഷങ്ങൾ പുറത്തു നടക്കുമ്പോൾ സിംഹാസനത്തിൽ അടുത്ത രാജകീയ പദവി അലങ്കരിക്കാൻ കിരീടവും തലവെച്ച് ചെങ്കോലും കൈ പിടിച്ചിരുന്ന ഈ ഡിങ്കൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നിമിഷം കൊണ്ട് ഇയാളുടെ മൈൻഡ് മാറി.
അവൻ നിങ്ങൾ ചാടി എഴുന്നേറ്റു, വിറക്കാൻ തുടങ്ങി, തുള്ളിച്ചാടാൻ തുടങ്ങി. അവൻ തന്റെ കൈയുള്ള ചെങ്കോല് വലിച്ചെറിഞ്ഞു കളഞ്ഞു, കിരീടം താഴെയിട്ടു. എന്നിട്ട് പബ്ലിക് നടുവ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്റെ കൈ കണ്ടോ, എന്റെ കൈ കണ്ടോ ചോര, 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 ഈ കൈ കണ്ടോ ചോര, ഈ കൈ കണ്ടോ ചോര, എന്റെ കൈയിൽ ചോര എന്ന് പറഞ്ഞ് മുഴുപ്രാന്തനായി ജനത്തിന് നടുവിലൂടെ ഈ മനുഷ്യൻ അലറി വിളിക്കാൻ തുടങ്ങി. ആളുകൾ നോക്കിയപ്പോൾ ചോരയില്ല, ഭാര്യ നോക്കിയപ്പോൾ ചോരയില്ല, പുള്ളി പറഞ്ഞില്ല ചോര. ഒടുവിൽ ആരോ ചോദിച്ചു, ഏതാണ് ആ ചോര, ഏതാണ് ആ ചോര? നിങ്ങൾ പറയുന്നല്ലോ ചോര, ഞങ്ങൾ കാണുന്നില്ല ചോര, ഏതാണ് ആ ചോര? ഒടുവിൽ താൻ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ലോകത്തിൽ മറ്റൊരു മനുഷ്യൻ അറിയാതെ ഞാനും എന്റെ കാമുകിയും കൂടി കൊന്നു കളഞ്ഞ രാജാവിന്റെ ചോര എന്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല. പാപം അകത്തു വന്നാൽ അത് പുറത്തു വെളിപ്പെടും. സ്തോത്രം. അവൻ പാപ ഒരിക്കൽ അകത്തു ചെയ്താൽ അവൻ സ്വസ്ഥത നഷ്ടപ്പെടാം. എന്നാൽ എവിടെയെങ്കിലും ഒരു പാപത്തിന്റെ വിഷവിത്ത് ഒളിച്ചു കിടപ്പുണ്ടെങ്കിൽ നിന്റെ സ്വസ്ഥത കളയോ. എന്നാൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ സകല പാപത്തെയും പോക്കി അവൻ നിന്നെ ശുദ്ധീകരിക്കുന്നു. ദൈവജനമെന്ന് ആരാധിച്ച് ഈ പകൽ വിളിച്ചു പറ, എവിടെയെങ്കിലും 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 ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു പാപ നിന്നെ വേട്ടയാടുന്നെങ്കിൽ, നിന്റെ പുറകെ വരുന്നെങ്കിൽ അതിനെ നോക്കി പറ, അവന്റെ രക്തത്താൽ ഇരിക്കുന്ന പകൽ വിടുതലുണ്ട്. സ്തോത്രം. പുറമെ ചിരിക്കുമ്പോഴും, പുറമെ കൈ കൊടുക്കുമ്പോഴും, പുറമെ പാട്ട് പാടുമ്പോഴും, പുറമെ നൃത്തം ചെയ്യുമ്പോഴും നിന്റെ മുഖം മ്ലാനമാകുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് അവൻ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്, എന്തോ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാനുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, സ്വർഗം നിന്നോട് നോക്കിക്കൊണ്ട് പറയുന്നു, അപ്പനെ വിളിക്കാം, അമ്മയെ വിളിക്കാം, പാസ്റ്ററെ വിളിക്കാം, വീട്ടുകാരെ വിളിക്കാം, പക്ഷേ അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവനായ ദൈവത്തിന് മുമ്പിൽ നിനക്ക് ഒളിക്കാൻ കഴിയത്തില്ല കുഞ്ഞെ. ആ ദൈവത്തിന് മുമ്പിൽ നിന്റെ കൈ വെളിപ്പെട്ട് വരുന്ന ദിവസമുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ, അവൻ തെറ്റ് ചെയ്ത ഒരു വ്യക്തി, പാപം ചെയ്ത ഒരു വ്യക്തി അതേറ്റ് പറഞ്ഞെങ്കിൽ മാത്രമേ അവന് സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. പാപം മനുഷ്യനെ ഭ്രാന്തനാക്കും. പാപം മനുഷ്യനെ കൊണ്ട് സൂയിസൈഡ് ചെയ്യിപ്പിക്കും, ആത്മഹത്യ ചെയ്യിപ്പിക്കും. തെളിവ് വേണോ? 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ട് ആ 30 വെള്ളിക്കാശും കൊണ്ട് ആലയത്തിലേക്ക് ചെന്നു. യൂദാ, നിങ്ങളുടെ സ്വർണം പിടിച്ചേ, എന്റെ ഗുരുനാഥനെ വിട്ടതാ, ഞങ്ങൾക്ക് ഇനി ഒരു കാര്യമില്ല, നീ എന്താന്ന് വെച്ച് ചെയ്തോ. അവൻ അത് കൊണ്ടുപോയി ആലയത്തിൽ, പുരോഹിതന്മാരുടെ ആലയത്തിൽ എറിഞ്ഞു. കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു. അവൻ പുറത്തു വന്നു. ചെയ്ത് എന്താണെന്നറിയാമോ? ഒരു പിടി കയറെടുത്ത് കയറ് കെട്ടി ഞാൻ ചത്തു. ആ കയർ പൊട്ടി താഴെ വീണു. വെട്ടി നിർത്തിയ കുറ്റിയിൽ കൊടല് പുറത്തു വരത്തക്ക രീതിയിൽ യൂദ മരണപ്പെട്ടു. യൂദായെ, നിങ്ങൾ ചെയ്ത തെറ്റെന്ന് പറയാമോ? ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. എന്തിനാ ആത്മഹത്യ ചെയ്തത്? പാപബോധം എനിക്ക് സ്വസ്ഥത നഷ്ടപ്പെടുത്തി. ഞാൻ ഒറ്റ ദൂത് പറയാൻ കേട്ടോ, നമ്മൾ ചെയ്ത പാപം നമ്മുടെ സ്വസ്ഥത കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒറ്റ വാക്കെന്ന് വിളിക്കാമോ? ഒരുപാടൊന്നും വിളിക്കണ്ട, യേശുവെന്നൊരു ഒറ്റ വിളി വിളിച്ചാൽ മതി. ഒന്ന് വിളിക്കാൻ തൻ്റെ ഇടമുള്ളവർ വിളിക്ക്. നിങ്ങൾ ചോദിക്കുക, എന്തിനാ പറയുന്നത്? 94 ഒരു വിളി വിളിച്ചതിന്റെ ഗുണമാ ഇന്ന് ഈ പുൽപ്പെട്ടി നിൽക്കുന്നത്. എന്നെ പോലെ വിളിച്ച ഒരുപാട് പേരില്ലേ? അവർ വിളിച്ചതിന്റെ ഗുണമല്ലേ ഈ പകൽ ഇവിടെ ഇരിക്കുന്നത്? കർത്താവിന്റെ നാമത്തെ പ്രതി ഒന്ന് വിളിക്ക. പ്രൈസ് ഗോഡ്. നീ ചെയ്ത തെറ്റ്, നീ പറഞ്ഞു പോയ തെറ്റ്, നിന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റ് ഒരുപാട് പറയേണ്ട ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി അല്ലേ? രണ്ടുപേർ ഒരു ത്രാശിൽ നിന്നതുപോലെ രണ്ടുപേർ തൊട്ട് നിന്നു. യൂദ ഒറ്റിക്കൊടുത്തു, പത്രോസ് തള്ളിപ്പറഞ്ഞു. രണ്ട് മുഖങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. അതിദുഃഖത്തോടെ കരഞ്ഞു. കരഞ്ഞ പത്രോസിന് ദൈവം കരുണ കൊടുത്തപ്പോൾ കരയാതെ പിന്നെയും പോയി പള്ളിയിൽ ചെന്ന് ആലയത്തിനകത്ത് കൊടുത്ത പണം വലിച്ചെറിഞ്ഞ യൂദ കെട്ടിഞ്ഞാടി ചത്തു. അപ്പൊ എത്ര കടുകട്ടിയായ പാപവും എത്ര കഠോര പാപവും അപ്പന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ നിന്റെ ദുഃഖം മാറും. ഒരു ഹല്ലേലൂയ പറ.
ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ വിടുതൽ എന്താണെന്നറിയാമോ? വീട് കിട്ടിയതോ ധനം കിട്ടിയതോ വണ്ടി കിട്ടിയതോ ഒന്നുമല്ല, പാപത്തിന്റെ വിടുതല. ഒരു അല്ലലിയോ എന്ന് ഉറക്കെ പറ. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ വിടുതൽ. അതറിയുന്നവർ കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. അത് അനുഭവിച്ചവർ ദൈവത്തിന് നന്ദി പറ. ആമേൻ. അപ്പൊ ഒന്ന്, ആമൻ, എങ്ങനെയുള്ള സ്വാതന്ത്ര്യം വേണം നമുക്ക്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇരിക്കട്ടെ, ആഘോഷിക്കാം, കുടിയേറ്റാം. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. നമുക്ക് വേണ്ടത് ഒന്നാമത്തെ സ്വാതന്ത്ര്യം എന്താണ്? പാപത്തിൽ നിന്നുള്ള. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കഠോരമായ പാപം ചെയ്ത 4 പേരെ പറയുന്നുണ്ട്. 1, പട്ടണത്തിലെ സ്ത്രീ. 2, മദ്ദലക്കാരിയായ മറിയ. 3, പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ ഞാൻ. 4, കെട്ടിയിറക്കിയ ആ മനുഷ്യനോട്. 4 കഠോരമായ കടുങ്കട്ട് വീട് പാപത്തെ നോക്കി യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു, കിടക്കെടുത്ത് എന്ത് ചെയ്യാ, നടക്കാം. ഒരുത്തോട് പറഞ്ഞു, സ്ത്രീയെ, നിന്നെ ആരും കുറ്റം വിധിച്ചില്ലേ? ഞാനും വിധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇനിമേലാൽ ഒരല്ലലിയോ എന്ന് ഉറക്കെ പറഞ്ഞേ, ഇനിമേലാൽ പാപം ചെയ്യരുത്. അപ്പോൾ പാപത്തിന്റെ ബന്ധനത്തെ അഴിച്ച് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് കർത്താവ് തരുന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യം. രണ്ടാമത്തെ നമുക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം ഏതാണ്? വായിക്കാം, എല്ലാവരും എടുത്ത്. ആമേൻ, സ്തോത്രം. വായിക്കാം, എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവന് മരണത്താൽ നീക്കി. വായിച്ചോ? ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും അവൻ എന്ത് ചെയ്തു? വിടുവിച്ചു. രണ്ടാമത്തെ സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടത് മരണഭയത്തിൽ നിന്നുള്ള വിടുതൽ. ഒരു അല്ലലി ഒന്ന് പറഞ്ഞേ. ഏതാ വിടുതൽ? ഏതാ നമുക്ക് വേണ്ടത്? രണ്ടാമത് സ്വാതന്ത്ര്യം വേണ്ടത് മരണഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. കർത്താവിന് സ്തോത്രം പറയാമോ? ഒരു വിശുദ്ധനോടുള്ള ബന്ധത്തിൽ മരണത്തെ ഭയപ്പെടുവാനില്ല, മരണത്തെ നമുക്ക് ഭയപ്പെട്ടൊളിക്കാനില്ല. രണ്ടാമത് യേശു നമുക്ക് തന്ന സ്വാതന്ത്ര്യം മരണത്തിൽ നിന്നുള്ള ഒരു ഭീതിയിൽ നിന്നുള്ള വിടുതലാണ്. അത് വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞേ. വിശുദ്ധനെ സംബന്ധിച്ച് മരിക്കുന്നതിനെ കുറിച്ച് അവന് ഭയമില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എനിക്ക്. സ്തോത്രം. ഭക്തനെ സംബന്ധിച്ച് മരണം ആമേൻ എന്തല്ല, അവസാനമല്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, അത് ഒന്ന് പറയുന്നു, സൂര്യൻ അസ്തമിക്കാറില്ല. സൂര്യൻ എന്ത് ചെയ്യാറില്ല? അസ്തമിക്കാറില്ല. സൂര്യൻ അസ്തമിച്ചെന്ന് നാം തോന്നുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മൾ പറയും, മക്കളെ രാത്രിയായോടെ പോയി കിടന്നുറങ്ങ്. അപ്പോൾ നമ്മൾ പറയും സൂര്യൻ അസ്തമിച്ചു. എന്നാൽ മറ്റൊരു രാജ്യത്ത്, മറ്റൊരു വൻകരയിൽ, മറ്റൊരു സ്ഥലത്ത് അവർ പറയുന്നു, ഇത് സൂര്യൻ ഉദിച്ച് എഴുന്നേറ്റാട്ടെ. നാം ഇവിടെ അസ്തമിച്ചെന്ന് പറയുമ്പോൾ അതേ സൂര്യൻ ഇത് വേറൊരു സ്ഥലത്ത് ഉദിച്ചു പൊങ്ങുന്നു. ഭക്തന്റെ മരണം ഇങ്ങനെയാണ്. ഇവിടെ അസ്തമിക്കുമ്പോൾ മറുകരയിൽ ഉദിച്ചു പൊങ്ങുന്നു. അവൻ അപ്പനൊരുക്കിയ വീട്ടിൽ ഉദിച്ചു പൊങ്ങുന്നു. ഇവിടെ തീരുകയല്ല, അവിടെ തുടങ്ങുകയാണ്. ഇവിടെ അവസാനിക്കുകയല്ല, അവിടെ ചെന്ന് കയറുകയാണ്. ആ രണ്ട് കരമടിച്ചോണ്ട് പറ, നീതിമാന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയ കാര്യ. അവൻ ഇവിടം വിട്ട് അവിടേക്ക് പോകുന്നത്. അവിടെ ഭയമില്ല കേട്ടോ. മരണത്തിന്റെ ഭീതി ദൈവം നമ്മിൽ നിന്ന് മാറ്റിത്തരുന്നു. മരണത്തിന്റെ ഭീതിയിൽ നിന്ന് ദൈവം തന്നെ ജനത്തെ വിടുവിക്കുന്നു. രണ്ട് കരമടിച്ച ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കരങ്ങൾ വീശി കർത്താവിന് സ്തോത്രം പറ. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യം ആത്മാർത്ഥമായിട്ട് പറയാനുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയുന്നു, മരിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ചോ മരിക്കുന്ന ദൈവമക്കളെ കുറിച്ചോ നിങ്ങൾക്കൊരു കൺഫ്യൂഷനും വേണ്ട. അവൻ ഇന്ന് ഞങ്ങൾ ഉരുണ്ട് വീണ് ചത്താലും അവൻ നിങ്ങൾ അതിനെക്കുറിച്ച് കരഞ്ഞ് വിലപിച്ച് മാറത്തടിച്ച് ഒരുപാട് ചോദ്യം ചോദിക്കേണ്ട അവസരമൊന്നുമില്ല. അവൻ ഏറ്റവും അധികം ഈ വചനത്തിന്റെ അകത്തോട്ട് കയറണോ, വിട്ട് പിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെയാ.
കർത്താവ് നല്ലൊരു ആമേൻ പറ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നിലവിളി വരും, നമുക്ക് സങ്കടം വരും. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉറ്റ സ്നേഹിതർ നമ്മെ വിട്ട് പോകുമ്പോഴേ നമുക്ക് വിഷമമൊക്കെ ഉണ്ടാകും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സ്തോത്രം. എനിക്ക് ഒറ്റ അപേക്ഷയേ ഉള്ളൂ, ഈ വചനം കേൾക്കുന്ന നമ്മൾ വല്ലാതെ അങ്ങ് വയലന്റ് ആകരുത്, ആവശ്യമില്ലാതെ അങ്ങ് വയലന്റ് ആകരുത്. ഏത് കാരണത്തിൽ? ഭക്തന്റെ മരണത്തിൽ നമുക്കറിയാം, നമ്മെ പോലെ ഒരുപാട് ഭക്തന്മാർക്ക് ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ട് അവർ നമ്മെ പോലെ കലങ്ങി അടിച്ച് വിറച്ച് ബഹളമുണ്ടാക്കി അവൻ ആക്ഷൻ കാണിക്കുകയല്ല ചെയ്തത്, പകരം അവർ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക ചെയ്തത്. ദൈവമക്കളെ, ഞങ്ങൾ ഈ തൊണ്ട പൊട്ടി പ്രസംഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് പ്രത്യാശ വേണം, നിങ്ങൾക്ക് പ്രത്യാശ വേണം. ഇവിടം വിട്ട് നരകത്തിലേക്കല്ല പോകുന്നത്, ഇവിടം വിട്ട് നിത്യതയിലേക്ക് പോകുന്നത്. അപ്രത്യാശമുള്ള ദൈവമക്കള് ഈ പക ദൈവത്തെ ആരാധിക്കേണ്ടത്. കർത്താവിനോട് സ്തോത്രം പറഞ്ഞേ, നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആമേൻ. സ്തോത്ര. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, പല ശവമടക്കുകൾ കണ്ടു, പല സിമിത്തേരികൾ ഞങ്ങൾ കണ്ടു. പല സെമിത്തേരികൾ വന്ന് ആമേൻ സ്തോത്ര ശവമടക്കുമ്പോൾ ബോധം കെട്ടു വീഴുകയും അവിടുന്ന് ആമേൻ അടക്കാൻ കൊണ്ടുവന്ന ഡെഡ് ബോഡി അടക്കാൻ കഴിയാതെ പിടിച്ചു മേടിക്കുകയും മറിച്ചിടുകയൊക്കെ ചെയ്ത് കണ്ടിട്ട് നാട്ടുകാർ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്ന എന്ത് പ്രത്യാശയാ? നിങ്ങളാണ് വലിയ പെന്തക്കോസുകാര്, നിങ്ങൾ പറയുന്നു മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന്. നാട് മുഴുവൻ പ്രസംഗിച്ചിട്ട് കാട് ഇളക്കി കരയുന്നത് എന്തിനാ? ദൈവമൈതലേ, അങ്ങനെ ഒരു അവസരം നിന്റെ ജീവിതത്തിൽ വരുന്നത് ഈ പ്രത്യാശ ഉള്ളിൽ വ്യാപരിക്കാത്തത് കൊണ്ട്. ഇന്ന് മകൾ വിളിച്ചു പറ, അല്ല ഇവിടം വിട്ടു പോയാലോ എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ടവൻ പോയത് നിത്യതയുടെ വീട്ടിലേക്കാണ്, എന്റെ പ്രിയപ്പെട്ടവൻ പോയത് അവന്റെ അപ്പന്റെ വീട്ടിലേക്കാ. രണ്ട് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു ആമേൻ പറ. സ്തോത്രം. ആമേൻ, ആമേൻ. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ട്. ആരെങ്കിലും ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആദ്യമായി ആരെങ്കിലും ഈ ആലയത്തിൽ ആരാധനക്ക് വന്നെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. നല്ല യൗവനകാലത്ത് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ ഇവിടെ ഉണ്ട്. അന്ന് കരഞ്ഞതല്ലാതെ പിന്നെ കരഞ്ഞ് ഞങ്ങൾ കണ്ടില്ല. അന്ന് നിലവിളിച്ചല്ലാതെ പിന്നെ നിലവിളിച്ച് കണ്ടില്ല. അവർക്ക് ആരുമില്ല തുണയായിട്ട്, അവരെ ആശ്രയിക്കാൻ ആരുമില്ല. പക്ഷെ അവർക്ക് അതിനപ്പുറം അറിയാമായിരുന്നു ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന്, ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന്, ഞങ്ങൾക്കൊരു ജീവനുള്ള ദൈവമുണ്ടെന്ന്. കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു പറ. അതിനപ്പുറം ഞങ്ങളെ കരുതുന്ന, അതിനപ്പുറം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു. ആരുടെയാണെന്നറിയോ? ഇതാ മിനിഞ്ഞാന്ന് എമ്മവറീസ് പാസ്റ്ററിന്റെ ചർച്ചിൽ പോയി ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്ന അഞ്ജലി പോളിന്റെ ഭർത്താവിന്റെ സാക്ഷ്യം. മീറ്റിംഗും കഴിഞ്ഞ് ഒരേ ബസ്സിനകത്ത്, കേരള ലയൺസ് എന്ന് പറയുന്ന ബസ്സിനകത്ത് കയറി വരുമ്പോൾ ഭാര്യയും കൊച്ചും ഇരുന്ന അവിടോട്ട് വണ്ടിയിടിച്ച് ഒരു സ്പോട്ടിൽ രണ്ടും ഡെഡ് ബോഡി, പുറകിലിരുന്ന ഭർത്താവ് ജീവനോടെ കെട്ടി, ചാക്കിൽ പൊതിഞ്ഞ് കെട്ടി, കയറുകൊണ്ട് കെട്ടി ഡെഡ് ബോഡി മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പുള്ളി ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ സാക്ഷ്യം കേട്ടു. പുള്ളി പറയുക, കഴിഞ്ഞ 12 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തു, ആയിരക്കണക്കിന് രാജ്യങ്ങൾ സന്ദർശിച്ചു, ഒരുപാട് പേരെ ക്രിസ്തുവിലേക്ക് നടത്തി. തൻ്റെ ശുശ്രൂഷ തികച്ച് തൻ്റെ വീട്ടിലോട്ട് താൻ പോയി. എനിക്ക് മുമ്പേ എൻ്റെ കൊച്ചു മകനും പോയി. ഒരിച്ചിരി ശുശ്രൂഷ എനിക്കിവിടെ ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളങ്ങ് പ്രാർത്ഥിക്കാൻ. ഞെട്ടിപ്പോയി, ഞെട്ടിപ്പോയി, ഞെട്ടിപ്പോയി. ദൂത് മനസ്സിലായോ നിങ്ങൾക്ക്? കൈയടിക്കാൻ ആർക്കും പറ്റും, ചാടാൻ ആർക്കും പറ്റും, ആമൻ ഒരുപാടൊക്കെ പറയാൻ ആർക്കും പറ്റും. അതിലൊന്നുമില്ല കാര്യമില്ല. നമ്മുടെ അകത്ത് ഈ വചനം വ്യാപരിക്കണം, ഈ വചനം ഉള്ളിൽ വ്യാപരിക്കണം. നിങ്ങൾ പറയണം, എനിക്ക് ആമൻ സഹിക്കാൻ കഴിയുന്ന അപ്പുറത്തൊരു കാര്യം എൻ്റെ ദൈവം തരത്തില്ല. അങ്ങനെ തന്നെങ്കിൽ അതിൽ നിൽപ്പാനുള്ള ദൈവത്തിന്റെ കൃപയും ദൈവം എനിക്ക് നൽകി തരും. രണ്ട് കാര്യങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനുണ്ട്, റെജി വർഗീസ് എന്ന് പറയും. ആ ദൈവദാസൻ മരിച്ചു. കൺവെൻഷൻ പാസിംഗിനാ. പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോ ആമൻ പുള്ളിയുടെ മരണ വീട്ടിലെ ഡെഡ് ബോഡി കൊണ്ടുവന്നപ്പോ ഭാര്യ പറഞ്ഞു, എനിക്ക് 5 മിനിറ്റ് വേണം.
എന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാ ദേവാസൻ. ഭാര്യ പറഞ്ഞു എനിക്ക് 5 മിനിറ്റ് വേണം. 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് കൊടുത്തു. ഭാര്യ മൈക്കെടുത്ത് ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചിട്ട് യോഹന്നാൻ 14:1 മുടച്ച് ഒരു 15 മിനിറ്റ് ദൈവജനത്തോട് പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എൻ്റെ ഭർത്താവ് മരിച്ച് ഞങ്ങളെ വിട്ട് പോയെന്ന്. എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ പരാജയപ്പെട്ടല്ല കിടക്കുന്നത്, ജയാളിയായിട്ടാ കിടക്കുന്നത്. താൻ യേശുവിനെ പ്രസംഗിച്ചാ പോകുന്നത്, ഞങ്ങൾക്ക് ദുഃഖമില്ലെന്ന്. സ്തോത്രം. കൃത്യം 1 വർഷമായി ദൈവദാസൻ മരിച്ച് 1 വർഷമായി. ആ 1 വർഷമായി അന്ന് വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു. മൂത്ത മോള് ബാംഗ്ലൂർ മെഡിസിന് പഠിക്കുന്നു. അവളോട് പറഞ്ഞു, മോളെ അപ്പൻ മരിച്ചിട്ട് 1 വർഷമായി, നമുക്കൊന്ന് വീട്ടിൽ കൂടി പ്രാർത്ഥിക്കാം. അവൾ വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനെ മുണ്ടക്കയത്തോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് ആമേൻ ബൈക്കിന് പോകുന്ന വഴിക്ക് ബൈക്കിന്റെ പുറകിലിരുന്ന് കൊച്ചു ഉറങ്ങിപ്പോയി. നേരെ തലയും കുത്തി വീണു. കൃത്യം 1 വർഷം മെഡിസിന് പഠിച്ച മോളും മരിച്ചു. അവിടെയും എല്ലാവരും ഓർത്തു തകർന്ന് തരിപ്പണമാകും. അല്പം കരഞ്ഞു വിലപിച്ചു. അതേ പ്രസംഗം ആന്റി ആരംഭിച്ചു. ഞങ്ങൾക്ക് മുമ്പേ എൻ്റെ മോളും എൻ്റെ ഭർത്താവും പോയി, പുറകെ ഞങ്ങളും ചെല്ലും. നാം ഈ കേൾക്കുന്നതൊക്കെ നമ്മുടെ അകത്ത് വ്യാപരിക്കണം. ചുമ്മാ കേൾക്കുന്നതിലും ഞങ്ങൾ ഈ കണ്ടനാളും ചെയ്യുന്നതും വൃഥാവായി മാറല്ലേ. ഈ ഇത്രയും വർഷം നിങ്ങളുടെ നടുവിൽ ഞങ്ങൾ പ്രസംഗിച്ചത് പബ്ലിക് നടുവിൽ വരുമ്പോൾ അപഹാസ്യമായി മാറല്ലേ, അല്ലെങ്കിൽ നാണക്കേടായി. നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റർ ദുഃഖം എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അല്ല പിന്നെ കർത്താവ് പൗലോസ് പറയുന്നു, നിങ്ങൾ ജാതികളെ പോലെയാകുന്നുവോ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പ്രത്യാശയില്ലാത്തവരായി മാറുന്നുവോ, അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഒന്നാമത്തെ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തെ സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടത് മരണഭയം. എന്താണ്? മരണഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്തു പറ, മരണഭയം നമ്മെ വിട്ട് ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. മരണഭയം നമ്മെ വിട്ട് മാറട്ടെ. മരണത്തിന് ഭീതി നമ്മെ വിട്ട് മാറട്ടെ. എന്തു വരട്ടെ, ഏതും സംഭവിക്കട്ടെ, നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒന്നും വിട്ടിട്ട് പോകാനുമില്ല. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഒരുപാട് പ്രായമായി അല്ലേ? നാട്ടുകാർക്കും വീട്ടുകാർക്കും മക്കൾക്കും ഒക്കെ തലവേദനയായിട്ട് ജീവിക്കുന്ന നല്ലതായിരുന്നു. നല്ലപോലെ ഇരിക്കുമ്പോൾ പറന്നു പോകുന്നത്. നല്ലൊരു സ്തോത്രം പറ. പണ്ടൊരു ദേവദാസൻ പറഞ്ഞു, ഞാൻ ഇന്നും ഓർക്കുക. എന്താണേലും ഇവിടെ വന്നപ്പോ നമ്മെ തുണി ഉടിപ്പിച്ചത് നമ്മളല്ല. ആണോ? നമ്മെ തുണി ഉടിപ്പിച്ചാരാ? അവിടെ നിന്നേറ്റ വൈറ്റാട്ടിമാരാ. അവിടെ നിന്ന് നേഴ്സുമാരാ നമ്മളെ എന്ത് ചെയ്തത്? തുണി ഉടിപ്പിച്ചേ. നമ്മ പോകാൻ നേരത്തെ നമ്മെ തുണി ഉടിപ്പിക്കുന്ന ആരാ? സ്വന്തമായിട്ട് ഉടുത്തിട്ട് മാറി പെട്ടിടാത്ത കിടക്കുകയാണോ? അത് എന്നെ ആരും ഉടുപ്പിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് തുണി കൊടുത്തിട്ട് വെള്ളം ഇട്ട് സോക്സ് വിട്ട് കയ്യിൽ സോക്സ് വിട്ടിട്ടും മാറിപ്പെട്ടി കിടക്കുകയാണോ? അല്ല. പോകാൻ നേരത്തും ആരെങ്കിലുമൊക്കെയാ നമ്മൾ എന്ത് ചെയ്യുന്നേ? പറ. തുണി ഉടുപ്പിക്കുന്നേ. വന്നപ്പോ ആരാ നമ്മെ കുളിപ്പിച്ചേ? സ്വയം കയറി കുളിച്ചിട്ടാണോ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നേ? ആരൊക്കെയോ നമ്മെ കുളിപ്പിച്ചു. പോകാൻ നേരത്ത് ആരാ കുളിപ്പിക്കുന്നേ? ആരെങ്കിലും ആ കുളിപ്പിക്കുന്നേ. ആദ്യം പൗഡർ ഇട്ടു ആരാ? ആരും പൗഡർ ഇട്ടു. പോകാൻ നേരത്തും പൗഡർ ഇട്ട് സെന്റ് പൂശി തരുന്ന ആരാ? പിന്നെ ഇതിന്റെ രണ്ടിന് നടക്ക് ഈ നാഴിക കല്ല് പോലെ ഇച്ചിരി ജീവിതം അതങ്ങ് അടിച്ചു പൊളിച്ച് സ്വത്രം പറ. അതല്ലേ പറ. ഇതിനകത്തുള്ള ഒരു ഇടനാഴികക്കകത്തുള്ള ഒരു കൊച്ചു ജീവിതമേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. ഇതിനകത്ത് നീ ഭയപ്പെട്ട് ജീവിക്കാനുള്ളതല്ല. ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിക്ക്. ആ ഭയം മാറി ജീവിക്ക്. ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ കരം തട്ടി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, അത് ഓർത്ത് നീ ഭയപ്പെടണ്ട. ആ മരണ ഭീതി നിന്നെ വിട്ട് മാറട്ടെ. കൊലോസ്യ ലേഖനം പറയുന്നു, അവൻ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തുകളെ അവൻ ക്രൂശിൽ എന്ത് ചെയ്തു? നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തുകളെ ക്രൂശിൽ കർത്താവ് എന്ത് ചെയ്തു? എന്ന് പറഞ്ഞേ, മായ്ച്ചു കളഞ്ഞു. സ്വതന്ത്രം. ഒരു വാക്യം നിങ്ങൾക്ക് കേൾക്കണോ? ഒന്ന് വായിച്ചേ. റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം. റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്
എന്നെ ആര് വിടുവിക്കും? പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എന്നെ ആര് ഇതിനകത്തുനിന്ന് വിടുവിക്കും? പൗലോസ് പറയുന്നു, എന്നെ ആര് വിടുവിക്കുമെന്ന് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ ഒരുത്തനെ കണ്ടു, ഞാൻ ഒരുവനെ കണ്ടു, വിടുവിപ്പാൻ കഴിവുള്ള ഒരുവനെ ഞാൻ കണ്ടെത്തി. ആരാണവൻ? വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മരണത്തിന്റെ ഭയത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ കഴിവുള്ളവന്റെ പേര് പറ. നമ്മുടെ കർത്താവായ, എല്ലാവരും പറ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഉറക്കെ പറ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മരണത്തിന്റെ ഭയത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എല്ലാവരും പറ, വാ തുറന്നു പറ, വായ തുറന്നു പറ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്നെ മരണ ഭയത്തിൽ നിന്ന്, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, മരണത്തിന്റെ കിടക്ക വിരിച്ച്, മരണത്തിന്റെ ചങ്ങല പൊട്ടിച്ച് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവന്റെ പേരത്രേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആമേൻ, ഗ്ലോറി, ആമേൻ. ഒരു വാക്യം കൂടി വായിച്ച മോനെ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പുത്രനോ എന്നേക്കും വസിക്കുന്നു. അടുത്തത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. എല്ലാവരും ദൈവസഭ ഒരുമിച്ച് ഈ വചനം ഒന്ന് ഏറ്റുപറ. പുത്രൻ നിങ്ങൾക്ക് വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ, നിങ്ങൾ പറഞ്ഞേ, സാക്ഷാൽ, നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. ഓഗസ്റ്റ് 15 കിട്ടിയ സ്വാതന്ത്ര്യമല്ല പുത്രൻ 2002 വർഷങ്ങൾക്ക് മുമ്പ് തന്നത്. അത് സാക്ഷാലുള്ള സ്വാതന്ത്ര്യമാണ്. അത് ലഭിച്ചത് പാപത്തിന്റെ സ്വാതന്ത്ര്യം, മരണത്തിന്റെ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സന്തോഷമാണോ? മരണത്തിന്റെ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, സമയം പോകുന്നല്ലേ, വരാം നമുക്ക്. മൂന്നാമത്തെ സ്വാതന്ത്ര്യം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മൂന്നാമത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടത് ശാപത്തിന്റെ നുകത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം. എന്നോടൊപ്പം ഒരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുള്ളവർ ഒരു ഹല്ലേലൂയ പറ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്നലെയും ഇന്നും എനിക്കൊരു കൺഫർമേഷൻ ദൈവം തന്നു. രാമൻ ഇതിനകത്തുള്ള ചില വ്യക്തിത്വങ്ങളുടെ ശാപത്തിന്റെ നുകത്തെ ദൈവം ഇന്ന് ഒടിച്ചു മാറ്റിയിരിക്കും. അവൻ പിന്തുടരുന്ന നാളുകളായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചില ശാപത്തിന്റെ നുകത്ത്, ശാപത്തിന്റെ കറുത്ത കരത്ത്, ശാപത്തിന്റെ നുകത്തിന്റെ ആത്മാവിന് എന്നേക്കുമായി ദൈവം ഇന്ന് പകൽക്കാലം ഒടിച്ചു മാറ്റും. എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല, ഏത് ചെയ്താലും ശരിയാകത്തില്ല, എങ്ങനെ പോയാലും ചെയ്യത്തില്ല, എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ ഒന്നും നടക്കുന്നില്ല. ഒരു ശാപം നിന്നെ പിന്തുടരുന്നു. ഏതോ ഒരു ശാപം നിന്റെ തലയിൽ കിടപ്പുണ്ട്. ഈ പകൽ വേളയിൽ ആ ശാപത്തെ ഒടിച്ചു കളയാൻ, സാക്ഷാൽ സ്വാതന്ത്ര്യം തരാൻ കഴിവുള്ള ഒരു ദൈവം ഈ പകൽ ഇതിനകത്തുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് കാര്യം അതിനകത്ത് പറയാനുണ്ട്. ഞാൻ ഒരുപാട് സമയം നിൽക്കുന്നില്ല. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ആരാണ് എന്നെഴുതിയിരിക്കുന്നു. ആവർത്തനം 23:22. ആവർത്തനം 23:22 വായിക്കാമോ നിങ്ങൾക്ക്? ഒരുത്തൻ മരണത്തിന് യോഗ്യമായ ഒരു പാപം ചെയ്താൽ അവനെ കൊന്ന ഒരു മരത്തിന്മേൽ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണമേ, ആരോ പറയുന്ന കേട്ടു, റോമാക്കാരാണ് മരത്തിന്മേൽ തൂക്കിക്കൊന്ന പ്രവണത കൊണ്ടുവന്നത്. ഇല്ല കേട്ടോ, റോമാക്കാര് കൊണ്ടുവന്നതല്ല മരത്തിന്മേൽ തൂക്കുന്ന പരിപാടി. ആവർത്തന പുസ്തകത്തിനകത്ത് കർത്താവ് എഴുതി വെച്ചു, ഒരുവൻ മരണത്തിന് യോഗ്യമായ ഒരു പാപം ചെയ്താൽ അവനെ മരത്തിന്മേൽ തൂക്കണം. അങ്ങനെയാണെങ്കിൽ യേശു മരണത്തിൽ അവൻ തൂക്കത്തക്ക രീതിയിൽ ഒരു പാപവും ചെയ്തില്ലല്ലോ. അവന് പാപമില്ലല്ലോ, അവന് പാപം വസിക്കുന്നില്ലല്ലോ, അവൻ പാപത്തിൽ ജനിച്ചില്ലല്ലോ. എന്നിട്ടും എന്തിനാ മരത്തിന്മേൽ തൂക്കിയത്? മരത്തിന്മേൽ തൂക്കുന്ന
നിൽക്കുന്നത് ശപിക്കപ്പെട്ടവനാണെങ്കിൽ എന്തിന് യേശുവിനെ തൂക്കി? എന്റെയും നിങ്ങളുടെയും ശാപം എന്റെ യേശു വഹിച്ചതിനാ തൂക്കിയത്. ഈ പകൽവേളയില് നിന്റെ തലയില് ഇനി ഒരു ശാപവും വലിക്കത്തില്ല. ദൂരേറ്റെടുക്കുന്നവർ കരമടിച്ചൊന്ന് ആരാധിച്ചോ. ഒരു ശാപത്തിന്റെ ശക്തിയോ നിന്നെ പിന്തുടരത്തില്ല. ആര് പറയുന്നു എന്തോ ഒരു ശാപമുണ്ട്, എന്തോ ഒരു ശാപമുണ്ട്, എന്തോ ഒരു ശാപമുണ്ട്? വിളിച്ചു പറയുന്നു ഒരു ശാപവും നിന്നെ തൊടുകയില്ല. ഒരു തെറ്റിദ്ധാരണ മാറാൻ ഞാൻ പറയുന്നു, കൂടെ കൂടെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുമ്പോൾ, എന്തൊക്കെയോ വന്നു വരുമ്പോൾ, എന്തൊക്കെയോ ഇല്ലാത്തത് ഇന്ന് വരുമ്പോൾ ആരോ പറയുന്നു എന്തോ ഒരു ശാപമുണ്ട്, എന്തോ ഒരു ശാപമുണ്ട്, എന്തോ ഒരു ശാപമുണ്ട്. ഒന്ന് നോക്കിച്ചാൽ മതി, ഒന്ന് നോക്കാൻ പോയാൽ മതി, ഒന്ന് അവൻ ചെയ്തു നോക്കിയാൽ മതി. ചിലര് ഈ ശാപമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കവടി നിരത്താൻ പോകും, ചിലർ ശാപമുണ്ടെന്ന് പറഞ്ഞ് ഹോമത്തിന് പോകും, ചിലർ ശാപമുണ്ടെന്ന് പറഞ്ഞ് മലകൾ കയറും, ചിലർ ശാപമുണ്ടെന്ന് പറഞ്ഞ് പലതും പലതും ചെയ്യും. എന്നാൽ ദൈവ പൈതലേ, നീ ഒന്നും ചെയ്യണ്ട. ക്രൂശിലേക്ക് നോക്കിയാൽ നിനക്ക് വേണ്ടി ശാപമായി തീർന്ന ഒരു നല്ല കർത്താവ് ഈ പകൽ ഇതിന്റെ നടുവിലുണ്ട്. അവൻ പറയുന്നു, മരത്തുമേ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നിനക്ക് വേണ്ടി ശാപമായി. ഒരു ഹല്ലേലൂയ പറ. നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ തലയിൽ ഒരു എഴുത്തുണ്ടായിരുന്നു, ഒരു എഴുത്തുണ്ടായിരുന്നു. പക്ഷെ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ ആ എഴുത്ത് ദൈവം എന്ത് ചെയ്തു? അതാ ബൈബിൾ പറയുന്ന സകല കൈയെഴുത്തുകളെയും ദൈവം എന്ത് ചെയ്തു? ശാപത്തിന്റെ കൈയെഴുത്തുകളെ കർത്താവ് ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. ഒരു ഹല്ലേലൂയ പറ. നിങ്ങൾ ആമേൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നു, 94 ദൈവമുഖത്തോട്ട് നോക്കിയപ്പോൾ എന്റെ ശാപത്തിന് കെട്ട് എന്റെ ദൈവം അഴിച്ചു. അത് അഴിച്ചു എന്ന് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഇല്ല ഇല്ല, എന്റെ ശാപം ഇനി എന്റെ തലയിലില്ല, എന്റെ ശാപം എന്റെ കുടുംബത്തിനകത്തില്ല, എന്റെ ശാപത്തെ എന്റെ ദൈവം എന്നേക്കുമായി അത് തീർത്തു തന്നു എന്ന്, എന്റെ ശാപത്തെ ദൈവം പൊട്ടിച്ചു എന്ന് വിശ്വസിക്കുന്നവർ പാസ്റ്റർ പറയുന്ന പോലെയൊന്നുമല്ല. എന്തോ ഉണ്ട് പാസ്റ്റർ, എന്തോ ഉണ്ട്. ഒന്നുമില്ല, ആ എന്തോ ഉണ്ടെന്നുള്ള തോന്നല. എന്തോ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഒരു സ്വത്രം പറ. എന്നാലും എല്ലാ വർഷവും കൃത്യസമയത്ത് ഇങ്ങനെ വരുന്നതോ എന്തോ ഒരു ശാപമല്ലേ? ദൈവമക്കളെ, നിങ്ങൾ അതിനെ അങ്ങ് വിശ്വസിക്ക്. മരത്തുമേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എന്തായി? അല്ല, നിങ്ങൾക്കെല്ലാം നമുക്ക് വേണ്ടി എന്തായി? അപ്പൊ യേശു നമുക്ക് വേണ്ടി ശാപമായെങ്കിൽ നമ്മുടെ ശാപം ആര് വഹിച്ചു? അപ്പൊ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു. മൂന്നാമത് എന്തിനകത്തുനിന്ന്? ഉറക്കെ പറ. അവൻ ലൂസിഫർ കേൾക്കെ ഉറക്കെ പറ. ദൈവം നമുക്ക് എന്തിന് സ്വാതന്ത്ര്യം തന്നു? ശാപത്തിന്റെ നുഖത്തിനകത്തുനിന്ന് സ്വാതന്ത്ര്യം തന്നു. പാരമ്പര്യമായ ഒരു ശാപവും ഇനി നിന്നെ പിന്തുടരുകയില്ല. എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിവുള്ള എത്ര പേരുണ്ട്? വലങ്കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ കരം താഴ്ത്തിടരുത്, താഴ്ത്തിടരുത്, താഴ്ത്തിടരുത്. എത്ര ഉയർത്താമോ അത്ര ഉയർത്തുക, എത്ര ഉയർത്തിപ്പിടിക്കാമോ അത്ര ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ദൈവം എനിക്ക് തന്നിട്ടുള്ള ഈ സഭയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവം എനിക്ക് തന്നിട്ടുള്ള ഈ ആത്മാക്കൾക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങ് മരത്തുമേൽ തൂങ്ങിയത് ഞങ്ങളുടെ ശാപത്തെ അഴിക്കാനാണെങ്കിൽ അത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ മേൽ ശാപമില്ല, ഞങ്ങളുടെ മേൽ ഇനി ശാപത്തിന് കെടുതിയില്ല. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ശാപത്തെ കർത്താവ് പൊട്ടിച്ചിട്ടും ഇന്നും അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ശാപത്തിന്റെ കെടുതികൾ അവൻ അവിടെ മേലുണ്ടെങ്കിൽ സ്വർഗത്തിന്റെയോ ഭൂമിയുടെയോ നാഥനായ നസ്രത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല ക്രൈസ്തവരും അവരെ വിട്ട് മാറട്ടെ, സകല ശാപവും അവരെ വിട്ട് മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അവരെ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു. രണ്ട് കരമടിച്ച് അഭിഷേകത്തോടെ ആരാധിക്ക്. ആ കെട്ടുകൾ പൊട്ടട്ടെ, ശാപത്തിന്റെ ദുഃഖങ്ങൾ ഇപ്പോൾ ഊട്ടഞ്ഞു മാറട്ടെ. അവരെ പിന്തുടരുന്ന മാറി മാറി വിടത്തില്ലെന്ന് പറഞ്ഞ് ഫറവോന്റെ ശക്തിയെ പോലെ അവരെ പിന്തുടരുന്ന മാറാവ്യാധികൾ, മാറാരോഗങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക കടഭാരങ്ങൾ, ഡിപ്രഷനുകൾ, രോഗങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ അവരെ വിട്ട് എന്നേക്കുമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിട്ട് മാറട്ടെ.
വന്ധ്യത 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 വന്ധ്യതയുടെ ആത്മാവ് അവരെ വിട്ട് മാറട്ടെ. വന്ധ്യതയുടെ ആത്മാവ് അവരെ വിട്ട് മാറട്ടെ. രോഗശക്തികൾ അവരെ വിട്ട് മാറട്ടെ. കടഭാരങ്ങൾ അവരെ വിട്ട് മാറട്ടെ. തലമുറകളുടെ അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്ന ശാപത്തിന്റെ കെടുതികൾ അവരെ വിട്ട് മാറട്ടെ. അവിടെ പിതാക്കന്മാർ ചെയ്തത്, അവിടെ മുൻ തലമുറ ചെയ്തത് ഈ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കരുത്, അവിടെ മേൽ വാഴരുത്. യേശു ഞങ്ങൾക്ക് വേണ്ടി ശാപമായതുകൊണ്ട് ഞങ്ങളുടെ ശാപത്തെ യേശു കർത്താവ് എടുത്തു മാറ്റുന്നു. എത്രപേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. കാരണം ഓൾറെഡി ഈ സെക്കൻഡിൽ ഒരു വിടുതൽ സംഭവിക്കുക. നിങ്ങളത് വിശ്വസിച്ച് അങ്ങ് ഏറ്റെടുത്താൽ മതി. ഏറ്റെടുത്താൽ മതി. ആമേൻ, ആമേൻ. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഒരു വിടുതൽ എന്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിച്ചു എന്ന് എത്ര പേർക്ക് ഫീൽ ചെയ്തു? സ്തോത്രം. ചില വീടുകളിൽ 60 വയസ്സ് കഴിയത്തില്ല, ചില വീടുകളിൽ 40 കവിയത്തില്ല, ചില വീടുകളിൽ ഇന്ന സമയമാകുമ്പോൾ അവർ രോഗികളാകും, ചില വീടുകളിൽ സഹോദരിമാർ ഇത്ര വയസ്സ് കഴിയുമ്പോൾ രോഗത്തിന് അടിമപ്പെടും. ആമൻ. അല്ലെങ്കിൽ രോഗത്തിന് അടിമയാകും. അമ്മയ്ക്ക് നടുവേദന ഉണ്ടായി, മകൾക്ക് നടുവേദന. അമ്മയ്ക്ക് മുട്ടുവേദന ഉണ്ടായി, മകൾക്ക് മുട്ടുവേദന. അമ്മയ്ക്ക് ഇന്ന അസുഖം ഉണ്ടായി, ഇന്നാൾക്ക് അസുഖം. എന്റെ ദൈവ പൈതലെ, നിങ്ങൾ വിശ്വസിക്ക്, നാളെ ഇത് നിങ്ങളുടെ മേൽ വാഴത്തില്ല. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, വചനം അത് പറയുന്നത് കൊണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ വചനത്തിനാണ് പ്രാധാന്യത. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം അല്ലേ? ആമേൻ. അടുത്തത് 4-ാമത്തത് 1 പത്രോസ് 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഭർത്തവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്നു നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്? 4-ാമത്തെ സ്വാതന്ത്ര്യം വേണ്ടത് പാരമ്പര്യത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം. വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലും പലരും എന്തിൽ കുടുങ്ങിക്കിടക്കുക? പറ. ആ പാരമ്പര്യത്തിനകത്ത് കുടുങ്ങിക്കിടക്കുക. കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഇപ്പോഴും ആ ഒരു പാരമ്പര്യം നമ്മുടെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. ബൈബിളും കൊണ്ട് ഒരുമിച്ച് ശുശ്രൂഷക്ക് പോകാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കാക്ക തലക്ക് മീതെ ഒന്ന് കരഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ കൂടെയുള്ള പുള്ളി പറയാൻ, ഇന്ന് മീറ്റിങ്ങിന് പോകണ്ട. അതെന്നാ പറ്റി? എന്തോ പ്രശ്നമുണ്ട്. എന്തോ ചുമ്മാ ചോറിന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പക്ഷി ചെലച്ചോണ്ട് പോയി. അതിനൊരു പേര് വിട്ട് കലകപ്പക്ഷി എന്ന്. ഇതൊക്കെ കൊച്ചിയുടെ വെറൈറ്റിയാണ്. കൊച്ചിക്ക് മാത്രമുള്ളൊരു വെറൈറ്റി ആയത്. പത്തനംതിട്ട പോയാലും കാണത്തില്ല, കായംകുളത്ത് പോയാലും ഇത് കേൾക്കത്തില്ല. കൊച്ചിയുടെ മാത്രമുള്ളൊരു വ്യാപാരമാണ്. എവിടെ കൂടി ഒരു പക്ഷി അറിഞ്ഞു പോയപ്പോൾ പറയുകയാണ്, ഏത് പക്ഷി? ഇന്ന് വീട്ടിൽ എന്തുണ്ടാകും? കലകം ഉണ്ടാക്കാൻ അച്ചായൻ ഒരു കാരണം ഉണ്ടാക്കിയ കലകപ്പക്ഷി. ആ പക്ഷിയൊന്നുമല്ല, നീയാ കലകം. നീ നന്നായാൽ ആ കുടുംബം നന്നാകും. ഒരു സ്തോത്രം പറഞ്ഞേ. ഒരല്ലി ഒന്ന് പറഞ്ഞ എന്തിനാ പറന്നു പോണ കലകപ്പക്ഷിയെ? അത് കലകപ്പക്ഷിയെ കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് അത് ഇങ്ങനെ കരയണമെന്നുള്ളത് ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഒരു സ്തോത്രം പറഞ്ഞേ. ഒരല്ലി പറ. ഈ കലകപ്പക്ഷിന്ന്, കലകപ്പക്ഷിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എന്തോ കലകപ്പക്ഷി എന്ന് പറയുന്ന സാധനം 5 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പറ. ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. പഠിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്ക്. ഈ പക്ഷിക്ക് 5 മിനിറ്റ് ഇടവിട്ട് ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. അതിനെ തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അല്ലാതെ നിങ്ങളുടെ വീടിന്റെ മത്തായിച്ചേന്റെ വീട് വരുമ്പോൾ കലകിക്കുന്നുമല്ല. അതിന്റെ സ്വഭാവം അതാ. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ പിന്നെ അതെടുത്തങ്ങ് ഒരു വിഷയം ഉണ്ടാക്കി കലകിച്ചു. അത് പോയപ്പോൾ തന്നെ അച്ചാൻ എഴുന്നേറ്റ് ശാസിക്കുന്നു, പൾസിക്കുന്നു, തുപ്പുന്നു, ചവിട്ടുന്നു, വെട്ടുന്നു. ഭയങ്കര പരിപാടി. ഒരല്ലി എന്ന് പറഞ്ഞേ. ഇതിന്റെ ഒരാവശ്യമില്ല. ഈ വ്യർത്ഥമായ ഞാൻ ഇന്നലെ പ്രസംഗിച്ച് പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനൊരു സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ എൻ്റെ ചേച്ചിയോട് പറയും, ഒരു കുടം വെള്ളം, നിറച്ച വെള്ളം കൊണ്ടുവന്ന് വാതിക്ക് വെക്കാൻ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യാപാരം ഉണ്ടെങ്കിൽ ഇന്ന് പൊട്ടട്ടെ. അപ്പം നിറകുടം കണ്ടോണ്ട് അപ്പച്ചൻ എവിടെയും പോകണം. സ്വത്രം പറഞ്ഞേ. എവിടെയോ ഒരു നല്ല കാര്യത്തിന് പോയപ്പോൾ തൊട്ടടുത്ത ചേച്ചി വെള്ളം എടുക്കാൻ വേണ്ടി കാലിക്കുടവും കൊണ്ടുവന്ന് അന്ന് പോക്ക് നിർത്തി.
അവക്ക് കാലിക്കുടം കൊണ്ടുവരാൻ കണ്ട സമയം നിർത്തി. ദൈവമക്കളെ, ഇങ്ങനെയുള്ള വല്ല ശകുനപ്പഴിയായ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ ഇതൊന്നും വെച്ച് വാഴിക്കല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു ഐതിഹ്യം ഉണ്ടെങ്കിൽ അതിനെ ഇന്ന് പകൽക്കാലം അങ്ങ് എറിഞ്ഞുകള. വ്യർത്ഥവും പാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. നമ്മള് ഭയങ്കര വിശ്വാസമൊക്കെ പറഞ്ഞ് ചില വീട്ടിൽ ചെല്ലുമ്പോൾ ചില അമ്മച്ചിമാർ പറയും, പാസ്റ്റേ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അങ്ങനൊരു കുഴപ്പമുണ്ട് പാസ്റ്റേ. നമ്മൾ പിന്നെ എങ്ങനെ പറയും ഇവരോട് അങ്ങനെ അല്ലെന്ന്? അവർ പറയും അങ്ങനെയല്ല, പാസ്റ്റർ വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. ഒരല്ലല്ലോ എന്ന് പറഞ്ഞ് ചാത്തനടി, മറ്റു ഏറി മറിച്ച് ഏറി, ഇത് ഒരു ഏറും നിനക്ക് ഏക്കത്തില്ല, ഒരു അല്ലല്ലോ എന്ന് പറ. ഞാൻ ഇന്നലെ ഒരു ഇന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. ഒരു പെൺകൊച്ചിനെ പ്രസവത്തിന് പ്രാർത്ഥിച്ചു വിടാൻ. എന്നോട് ചോദിച്ചു എപ്പോൾ വരും? ഞാൻ അങ്ങനെയൊന്നുമില്ല, വരുമ്പോൾ വരും, സ്തോത്രം പറഞ്ഞ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ പ്രാർത്ഥിക്കാൻ എന്നപ്പോൾ അച്ഛൻ എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ 5 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ. എന്നാ പറ്റി? രാഹുകാലം. എന്ത് കാലം? രാഹുകാലം. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലും ചില കാലമൊന്നും ആൾക്കാരുടെ അകത്തുനിന്ന് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഇപ്പോഴും കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഒരല്ലല്ലോ ഒന്ന് ഉറക്കെ പറ. എനിക്കറിയാം ചിലർ ഈ കുനിഞ്ഞിരിക്കുന്നുണ്ട്, അത് ഇന്ന് പൊട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വാട ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് പോട്ടെ. ഒരു വ്യർത്ഥവും പാരമ്പര്യമായി ഒന്നും നിങ്ങൾ കേൾക്കത്തില്ല. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. അതൊക്കെ എല്ലാം വിട്ടുകള. ഹല്ലേലൂയ, സ്തോത്രം, ആമേ. നിങ്ങൾ ആരോടും പറയരുത്. എനിക്ക് എന്നും സ്ഥിരം വാപൊട്ടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. വാപൊട്ടുന്ന പരിപാടി ഞാൻ പറയില്ല, പ്രാർത്ഥിച്ചിട്ടില്ലേ, എന്നും ഈ വാപൊട്ടും. ഒരു സ്ഥലത്ത് മീറ്റിംഗ് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വാ തുറക്കാൻ വയ്യ, വാ മുഴുവൻ പൊട്ടിയിരിക്കുക. അവിടുത്തെ പാസ്റ്ററിന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പം ശരിയാക്കി തരാം. പുള്ളിക്കാരൻ്റെ അപ്പുറത്ത് പോയിട്ട് കുറച്ച് കല്ലുപ്പുണ്ട് വന്നിട്ട് എൻ്റെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ കണ്ടോ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പോകും. ഞാൻ ഈ ഉപ്പ് അവിടെ കൊണ്ടുവന്നു അടപ്പിക്കൊണ്ടേയിട്ട് അവിടെ പൊട്ടുമ്പോൾ പാസ്റ്ററിന്റെ വാ പൊട്ടും. ഞാൻ ഇപ്പൊ പൊട്ടെന്ന് പറഞ്ഞ് നോക്കി, എവിടെ പൊട്ടാൻ? ഉപ്പ് പൊട്ടിയതല്ലാതെ കുരുവൊന്നും പൊട്ടിയില്ല. അതാ പാസ്റ്ററിന്റെ ഭാര്യ ഉപ്പും കൊണ്ട് വരിക. സ്തോത്രം. ഇത്ര കൃത്യമായിട്ട് ഇതെങ്ങനെ പാസ്റ്റർ മനസ്സിലാക്കി? ഉപ്പല്ല, ഉപ്പിന്റെ കൂടെ ചില കുരുമുളകും വെക്കും. അത് വേറൊരു ആത്മാവ് പറയുക. ഉപ്പും കുരുമുളകും ദശ മാറാതിരിപ്പാൻ, സൂക്ഷ്മം മാറാതിരിപ്പാൻ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു പെണ്ണിന് ഒരു കൊച്ചിനെ കൊടുത്തു ദൈവം. കൊച്ചിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഇവിടെ കൺമഷി, ഇവിടെ വലിയൊരു കൺമഷി, ഇവിടെ ഒരു പൊട്ട്. ഞാൻ എന്തിനാ? കണ്ണ് കിട്ടാതിരിക്കാനാ. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. എന്തിനാ അങ്ങനെയാക്കിയത്? അതിന് നല്ലൊരു കറച്ചട്ടി കൊണ്ട് തലേ കമത്തി വെച്ചാ പോരെ, 2 ഡോട്ട് കൂടി ഇട്ടാ പോരെ. ഇവിടെ ഒരു കറുപ്പ്, ഇവിടെ എവിടെയെല്ലാം കൊച്ചിൻ്റെ മേത്ത് കൺമഷി തേക്കാമോ? നല്ല സുന്ദരി കൊച്ച്. ആ വീട്ടുകാരെല്ലാം കൂടി അതിനെ വൃത്തികേടാക്കി. എന്നിട്ട് പറയാണ് കണ്ണ് കിട്ടാതിരിക്കാൻ. ഒരു സ്തോത്രം പറഞ്ഞേ. എന്നിട്ട് ഇത് വളർന്ന് വലുതായി കോളേജിൽ പോകുമ്പോൾ എല്ലാവരും കൂടി കണ്ണ് വിട്ടാണ്ട് കൊണ്ടുപോണേന്ന്. ഈ ഇത്തിരിക്കില്ലാത്ത കൊച്ചിനെ ആര് കണ്ണ് വെക്കാനാ? ഒരു അല്ലല്ലോ. അതൊക്കെ ഐതിഹ്യം വിട്ടുകളാ അല്ലേ? ഈ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു കിടക്കുന്ന കൊച്ചിനെ കണ്ണ് വെച്ചിട്ട് ആര് കൊണ്ടുപോകാനാ? അപ്പോഴല്ല ഇതൊക്കെ ചെയ്യേണ്ടത്. ആ കോളേജിൽ പോകില്ലേ, അപ്പൊ വേണം ഈ കൺമഷി എല്ലാം കൂടി തേച്ച് വെക്കേണ്ടത് അല്ലേ? അതാ ചെയ്യേണ്ടത്. കോളേജിൽ പോകുന്നതിന് മുമ്പ് ഈ കൺമഷി ഇതെല്ലാം കൂടി എടുത്ത് അവിടെ മുഖത്ത് തേച്ച് വെക്കണം. അപ്പൊ ആരും നോക്കത്തില്ല. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുന്നത്. കർത്താവിനോട് സ്തോത്രം പറ. അവൻ 4ാമത്തെ സ്വാതന്ത്ര്യം നമുക്ക് ദൈവം തരണം. ഏതിൽ നിന്ന്? വ്യർത്ഥവും അതിനകത്തൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരണം. അതിനകത്തുനിന്ന് സ്വാതന്ത്ര്യം തരാൻ ഒരുവന് കഴിയും. വ്യർത്ഥവും പാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ദൈവമക്കളെ, നമ്മുടെ ഈ വ്യർത്ഥവും പാരമ്പര്യവും അതിന് വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ ആ ഭാഗം വിടുകയാണ്. ചില കെട്ടുകൾ, ചില ചങ്ങലകൾ ദൈവം പൊട്ടിക്കും. ശിംശോനെ കെട്ടിയ ചങ്ങലകൾ, പാരമ്പര്യത്തിന് ചങ്ങലകൾ ദൈവം പൊട്ടിച്ചു. പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ച ചങ്ങലകൾ ദൈവം പൊട്ടിച്ചു.
ഈ പകൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില പാരമ്പര്യത്തിന്റെ ചങ്ങലകൾ നിന്നെ വിട്ട് പൊട്ടിമാറുന്നു. ചില പാരമ്പര്യത്തിന്റെ കെടുതികൾ നിന്നെ വിട്ട് പൊട്ടിമാറുന്നു. ജോസഫിനെ പുതിയ ചങ്ങല കൊണ്ട് കെട്ടിയത്, അവൻ ശിംശോനെ ചങ്ങല കൊണ്ട് കെട്ടിയത്, പത്രോസിനെ ചങ്ങല ഇട്ട് ബന്ധിച്ചത് ദൈവം പൊട്ടിച്ചു മാറ്റിയെങ്കിൽ വ്യർത്ഥമായ പുതിയ പാരമ്പര്യത്തെ ദൈവം എന്നേക്ക് പൊട്ടിച്ചു മാറ്റും. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറ. ഇതിനകത്തൊന്നും എന്തില്ല, ഇതിനകത്തൊന്നും നമ്മൾ വെറുതെ ഈ വ്യർത്ഥമായ കാര്യങ്ങൾ. ഇനി ഒരു കാര്യം, ഈ നമ്മുടെ അപ്പച്ചന്മാര് പണ്ടൊക്കെ പലതും ഉണ്ടാക്കിയെടുത്തതാ അല്ലേ? മരപ്പണിക്കാർ ഇവിടെയുണ്ട്, ക്ഷമിക്കണം കേട്ടോ. ഒരു വീട് പണിയെല്ലാം കഴിഞ്ഞു. വീടിന്റെ പാലുകാച്ചിൻ്റെ അന്ന് അവിടെ ചെന്നപ്പോ കട്ടപ്പടിയുടെ പൊക്കത്ത് ഈ പൂളടിച്ചവിടെ വലിയൊരു ഹോൾ ഇട്ടിരിക്കുന്നു. പൂളടിക്കാൻ മറന്നുപോയി ആശാരി. വീട്ടുകാരൻ പറഞ്ഞു, എന്ത് പരിപാടി ആശാരി കാണിച്ചു വെച്ചേക്കണേ, ഇത് കണ്ടോ, ഈ കട്ടിലൊരു വലിയൊരു ഹോള് അടക്കാൻ മറന്നുപോയതല്ലേ? ആശാരി പറഞ്ഞു, ഞാനോ, അത് മൂത്താശാരിയായി ഞാനോ, ഞാൻ മറക്കാനോ? പിന്നെ ഈ ഹോള് ജീവിച്ചിരിക്കട്ടെന്ന് കരുതിയിട്ടതാ. എന്തിനു വേണ്ടി? അപ്പൊ വീട്ടുകാരൻ ചോദിച്ചു, അതെന്താ? എന്റെ പൊന്ന് സാറേ, ഇതടക്കാൻ എനിക്ക് ഇപ്പം അടക്കാൻ 5 മിനിറ്റ് മതി. പക്ഷേ ഇതടച്ചാൽ ഇവിടെ എന്ത് നടക്കും? മരണം നടക്കും. ഉടനെ വീട്ടുകാരൻ പറഞ്ഞു, ആശാരി എല്ലാ കട്ടിലൊക്കെ ഓരോ ഹോളിട്ടോ, സകല കട്ടിലൊക്കെ ഓരോ ഹോളിട്ട്. ഒരു ഹോളിട്ടാ ജീവിക്കുമെങ്കിൽ എല്ലാ കട്ടിലൊക്കെ വിടും, ഒരുപാട് നാൾ ജീവിക്കാമല്ലോ. പുള്ളി മറന്നു പോയതാ. സ്വതന്ത്രം പറഞ്ഞേ. പിന്നെ ഞങ്ങളുടെ ആശാൻ ഇങ്ങനെയാ പറഞ്ഞത്, പിന്നെ പണിയുന്ന എല്ലാ വീടുകളിലും എന്തിടുമായിരുന്നു? ഒരുത്തം മറന്നുപോയതിന്റെ ഗതികേടാ. അതൊരു പാരമ്പര്യമായി. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. സ്വത്രം. ഇതിനകത്തൊന്നാ ദൈവം നമ്മെ എവിടെ കൊണ്ടുവന്നത്? പുറത്തു കൊണ്ടുവന്നത്. ഇനി 5ാമത്തെ സ്വാതന്ത്ര്യം കൂടി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. പിശാചാദി മുതൽ പാപം ചെയ്യുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ, അഴിക്കാൻ വേണ്ടി തന്നെ ആര് വന്നു? 5ാമത്തെ സ്വാതന്ത്ര്യം, സാത്താന്റെ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഒരല്ലലിയോ എന്ന് പറഞ്ഞേ. 5ാമത്തെ സ്വാതന്ത്ര്യം ഏതാണ്? ആമേൻ. ഇപ്പൊ എത്ര എണ്ണം പറഞ്ഞു? ഒന്ന് പറഞ്ഞു. 1ാമത്തത് പാപത്തിൽ നിന്നുള്ള, 2ാമത്തത് മരണഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, 3ാമത്തത് ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, 4ാമത്തത് വ്യർത്ഥം പുതുപാരമ്പര്യമായി നിന്നുള്ള സ്വാതന്ത്ര്യം, 5 സാത്താന്റെ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. യേശു പള്ളി ചെന്നു. ഒരമ്മച്ചി എങ്ങനെയാ നിന്നേച്ചേ? കൂനിയാ നിന്നേച്ചേ. യേശു നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം. അപ്പൊ ഈ അമ്മച്ചി പറഞ്ഞു, കർത്താവേ അങ്ങനെയൊന്നും പറയല്ലേ. മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അസ്ഥി വളഞ്ഞെന്നാ പറഞ്ഞേ. അസ്ഥി വളവുണ്ടെന്നാ പറഞ്ഞേ. MRI എടുത്തായിരുന്നു മെഡിക്കൽ സെന്ററിൽ ചെന്നപ്പോൾ. അവിടെയും ചെന്നപ്പോൾ അസ്ഥി വളഞ്ഞെന്നാ പറഞ്ഞത്. പിന്നെ കർത്താവ് എന്താ ഇങ്ങനെ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു, എല്ലാ രോഗവും രോഗമല്ല, ചില രോഗം ബന്ധനമാണ്. യേശു പറഞ്ഞു, നിന്റെ രോഗബന്ധനം എന്ത് ചെയ്യട്ടെ? അഴിയട്ടെ. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ പുറകെ വന്നു. അവൾ പാത ഒഴിഞ്ഞ്, ആ ബ്ലീഡിങ് എന്തായിരുന്നു? ആ രക്തസ്രാവം ഒരു ബാധയായിരുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോൾ മോളി ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. മോളി ചേച്ചിയും ജോസേട്ടനും ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോളി ചേച്ചി ഓർക്കുന്നുണ്ട്. അവിടെ തൊട്ടടുത്തുള്ള 4 പ്രാവശ്യം അബോഷനായി അല്ലേ? 3-4 പ്രാവശ്യം അബോഷനായി. അനീഷിൻ്റെ നിഷ 4 പ്രാവശ്യം അബോഷനായി. എങ്ങനെയാണെന്നറിയാമോ? കൃത്യം 3 മാസം ആകുമ്പോൾ കട്ടിലെ നാരോ പൊക്കിയിട്ട് താഴോട്ടിടും. ആ സെക്കൻഡിൽ ബ്ലീഡിങ് ആരംഭിക്കും. മോളി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് വരാമോ?
അവന് വരാൻ മോൾ ചേച്ചി. ഞങ്ങൾ ഒരുമിച്ച് പോയി ആ വീട്ടിൽ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഈ സഹോദരിയുടെ മേൽ ബ്ലീഡിങ് ഉണ്ടാകരുത്, യേശുവിൻ്റെ നാമത്തിൽ സാക്ഷാസിച്ചു. കഴിഞ്ഞ ദിവസം ആമേൻ പിന്നീടുണ്ടായ കുഞ്ഞിനെയും കൊണ്ട് എറണാകുളത്ത് SLC പരീക്ഷ എഴുതാൻ ആ പെൺകുട്ടി കൊച്ചിനെയും കൊണ്ട് വന്നു. എല്ലാ രോഗവും രോഗമല്ല, സാത്താന്റെ ബന്ധനമാണ്. അത് ദൈവം ഇന്ന് പകലടിക്കും. മാറിയുള്ള സ്കിന്നിന്റെ പ്രോബ്ലം അത് രോഗമല്ല, ഇന്ന് പകലതടിയും. മാറിയുള്ള ചില സ്കിന്നിന്റെ അലർജികൾ അത് രോഗമല്ല, അതിന്ന് പകൽക്കാലം അഴിഞ്ഞു മാറും. മാറിയുള്ള ചില ജലദോഷങ്ങൾ, മാറിയുള്ള ചില രോഗബന്ധനങ്ങൾ ഈ പകൽ ദൈവം നോക്കിയിട്ട് പറയുന്നു, സാത്താനേ നിന്റെ പ്രവൃത്തിയായിപ്പോൾ ഇത് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് പകൽ ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരുന്നു, ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക്